ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലിണ്ടർ ആൻഡ് പ്രിസം വിത്ത് ബേസ് റെസ്റ്റിംഗ് ഓൺ HP. അതിന്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തുടങ്ങാം. എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത് നോക്കാം. സിലിണ്ടർ 40 mm base diameter and 60 mm axis rest on HP with a point on its base such that this axis is inclined at 30 degree to HP and 30 degree to VP. സോ ഇതാണ് ഈ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിനു മുമ്പേ നമ്മൾ ചെയ്തതെല്ലാം പിരമിഡ് ആസ് വെൽ ആസ് കോൺ ബേസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പിരമിഡിനും കോണിനുമുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, കോണൊക്കെ എങ്ങനെയായിരിക്കും? കോൺ എന്ന് പറയുമ്പോൾ ബേസ് സർക്കുലർ ആയിരിക്കും. അപ്പോൾ സർക്കുലർ ബേസിൽ നിന്നും നമുക്ക് ലാറ്ററൽ സർഫസ് ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കും. സോ അതാണ് കോൺ. പിരമിഡ് എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ബേസ് ഒരു ഡെഫിനറ്റ് പോളിഗൺ ആയിരിക്കും. സോ അതിന്റെ ഫേസസ് ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എ ട്രയാങ്കിൾ. സോ അങ്ങനെ ആയിരിക്കും നമ്മൾ ഇതുവരെ ഇതിനു മുമ്പേ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇപ്പോൾ ചെയ്യുന്നത് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് സിലിണ്ടർ അതേപോലെ തന്നെ പ്രിസം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന പ്രോബ്ലം സിലിണ്ടറിന്റെ ഒരു പ്രോബ്ലം ആണ്. സിലിണ്ടർ എന്ന് പറയുമ്പോൾ സോ രണ്ട് ഫേസ് ഉണ്ട്. ഒരു ടോപ്പ് ഫേസ് സർക്കിൾ തന്നെ ആയിരിക്കും. ഞാൻ വരയ്ക്കുമ്പോൾ എലിപ്സ് അല്ല, സർക്കിൾ തന്നെയാണ്. രണ്ട് ഫേസ് കാണും. ഇതിന് പേര് ബേസ് അല്ലെങ്കിൽ ബോട്ടം സർഫസ് എന്ന് പറയും. ബേസ് ഓർ ബോട്ടം സർഫസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിവൈസ് ചെയ്തപ്പോൾ നോക്കിയാണ് ഇതൊക്കെ. ഇതിന്റെ പേര് നമുക്ക് ടോപ്പ് സർഫസ് എന്ന് പറയും. ഇപ്പൊ കോണിനും പിരമിഡിനും ഉള്ള ഡിഫറൻസ് എന്താണ്? കോണിനും സിലിണ്ടറിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കോൺ എന്ന് പറയുമ്പം ടോപ്പിലുള്ള ഇതിനെ നമ്മൾ അപ്പെക്സ് എന്ന് പറയും. കോൺ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും അതിന്റെ ഷേപ്പ്. സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഹാവിങ് എ ഡെഫിനിറ്റ് ഷേപ്പ്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ട് സ്ഥലത്തും സർക്കിളാണ്. ഇവിടെ ബോട്ടം അല്ലെങ്കിൽ ബേസിൽ സർക്കിൾ, ടോപ്പിൽ നോക്കുമ്പോൾ അപ്പെക്സ് ആണ്. അതായത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വി ക്യാൻ സീ എ ട്രയാങ്കിൾ. അടുത്ത് ഇവിടുത്തെ കേസിലായിരിക്കും എന്തായിരിക്കും? നമ്മൾ നോക്കുമ്പോൾ ടോപ്പ് വ്യൂ എന്തായിരിക്കും? ടോപ്പ് വ്യൂ ഒരു സർക്കിൾ ആയിരിക്കും. അപ്പോൾ ഒരു സർക്കിൾ, ടോപ്പിൽ ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ ടോപ്പിലുള്ള സർക്കിളിന്റെ അകത്ത് തന്നെ വേറെ ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ അടിയിലായിട്ട് വേറൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിൾ നമുക്ക് ടോപ്പിൽ നിന്ന് കാണാൻ പറ്റില്ല. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സർക്കിൾ നമുക്ക് കാണും. ഒരു സർക്കിളിന്റെ അകത്ത് മറ്റൊരു സർക്കിളും കൂടെ ഉണ്ട്. അതായത് ബേസ് സർക്കിളും കൂടെ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഈ ഒരു സർക്കിൾ കാണാൻ പറ്റും. ഈ അകത്തുള്ള സർക്കിൾ നമുക്ക് കാണാൻ പറ്റില്ല. അതർവൈസ് ഈ ബേസ് സർക്കിൾ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, സോ അത് ഓർത്ത് വെച്ചേക്കുക. ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? ഫ്രണ്ട് വ്യൂ ഇതിനെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് ഫ്രണ്ട് വരയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വി ക്യാൻ സീ എ റെക്ടാങ്കിൾ. ഒരു റെക്ടാങ്കിൾ ആയിരിക്കും നമുക്ക് ഫ്രണ്ട് വ്യൂ ആയിട്ട് കിട്ടും. അത് ഓർത്ത് വെച്ചേക്കുക. സോ ടോപ്പ് വ്യൂ ഒരു സർക്കിളും ഫ്രണ്ട് വ്യൂ ഒരു റെക്ടാങ്കിളും ആയിരിക്കും ഫോർ സിലിണ്ടർ. സിലിണ്ടറിന്റെ കേസ് വരുമ്പം ടോപ്പ് വ്യൂ ഒരു സർക്കിളും ഫ്രണ്ട് വ്യൂ ഒരു റെക്ടാങ്കിളും ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അത് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു കേസിൽ പ്രൊവൈഡഡ് എവിടെയാണ്? ഇറ്റ് ഇസ് റെസ്റ്റിംഗ് ഓൺ HP-യിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബേസുമായിട്ട് ഇനിഷ്യൽ കണ്ടീഷനിൽ അതിന്റെ ബേസ് HP-യിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ. ടോപ്പ് വ്യൂ സർക്കിളും ഫ്രണ്ട് വ്യൂ റെക്ടാങ്കിളും. നേരെ തിരിച്ച് ഇപ്പൊ ഇത് VP-യിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിലോ അത് നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പം ഇപ്പൊ HP ബേസ് പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് VP റെസ്റ്റിംഗ് അങ്ങനെയാണ് പോകുന്നത്. സോ അങ്ങനത്തെ കേസൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നേരെ തിരിച്ചു വരും. നമ്മളിപ്പോൾ വരയ്ക്കുന്നതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കേണ്ടി വരും. ഇഫ് ഇറ്റ് റെസ്റ്റ് ഓൺ, ആ സിലിണ്ടറിന്റെ ബേസ് VP-യിലാണ്, HP-ക്ക് പകരം VP-യിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നേരെ തിരിച്ചു വരും. എന്ത് വരും? ഫ്രണ്ട് വ്യൂ സർക്കിളും ടോപ്പ് വ്യൂ റെക്ടാങ്കിളും വരും. ഇങ്ങനെ വരും, നേരെ തിരിച്ചു വരും. ഇഫ് ഇറ്റ് ഇസ് റെസ്റ്റിംഗ് ഓൺ VP, നേരെ നമ്മളിപ്പോൾ വരയ്ക്കുന്നതല്ല, നേരെ ഓപ്പോസിറ്റ് വരയ്ക്കണം. അത്രേ ഉള്ളൂ. അത് ക്വസ്റ്റ്യൻ വായിക്കാൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഗിവൻ ഡേറ്റ എഴുതിയിട്ട് അവരെന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം.
എന്താണ് അവർ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റനിൽ അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നേരത്തെ അറിയാം, നമുക്ക് സോളിഡ്സ് ബേസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 കണ്ടീഷൻ വേണം. ഫസ്റ്റ് ഇനിഷ്യൽ സിമ്പിൾ പൊസിഷൻ എന്ന് പറയും. അടുത്ത കണ്ടീഷൻ നമ്മൾ പറയുന്നത് സെക്കൻഡ് ആക്സിസ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ കണ്ടീഷൻ. ആൻഡ് തേർഡ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ബേസ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ കണ്ടീഷൻ. സോ ആദ്യത്തത് നമ്മൾ ഓർത്ത് വെക്കണം. ആദ്യത്തത് HP ആണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ കണ്ടീഷനും HP ആയിരിക്കും. രണ്ടാമത്തത് HP, ആദ്യത്തെ HP ആണെങ്കിൽ രണ്ടാമത്തത് HP ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ആദ്യത്തെ രണ്ടും HP-യും VP ആണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ വിൽ ബി വാട്ട്? മൂന്നാമത്തത് VP ആയിരിക്കും. ആദ്യത്തത് രണ്ടും HP ആണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ VP ആയിരിക്കും. സോ അതാണ് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം. നമുക്ക് നോക്കാം, നമുക്ക് ഗിവൻ ഡേറ്റ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അവർ തന്നിട്ടുള്ളത് നോക്കാം. സോ ആസ് യൂഷ്വൽ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും അതൊന്ന് മിസ് ചെയ്യാതെ എന്താണ് അവർ തന്നിട്ടുള്ളതെന്ന് നോക്കണം. അപ്പൊ ഇവിടുത്തെ സോളിഡ് എന്താണ്? സോളിഡ് ഇസ് എ സിലിണ്ടർ. നമ്മൾ നേരത്തെ കോൺ വരച്ച പോലെ ഒന്നും അല്ല, കുറെ അധികം സമയം വേണ്ടി വരും ഇത് ഈ ഒരു പ്രോബ്ലം പ്രോപ്പറായിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ. സമയം കൂടുതലാണ്. സിലിണ്ടർ, പ്രിസം അങ്ങനെയൊക്കെ പറയുമ്പോൾ സമയം കൂടുതൽ വേണ്ടി വരും. ഇതിന്റെ ബേസ് എന്താണ്? ബേസ് ഇസ് എ സർക്കിൾ. അതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 40 mm. പിന്നെ തീർച്ചയായിട്ടും നമുക്കത് വരയ്ക്കാൻ വേണ്ടി ഹൈറ്റ് വേണം. ഹൈറ്റ് ഈക്വൽ ടു 60 mm. അത് രണ്ടും തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഉണ്ട്, ഹൈറ്റും ഉണ്ട്. അപ്പം ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് നമ്മുടെ സിലിണ്ടർ എങ്കിൽ ഇവിടുന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് വേണം? ഹൈറ്റ് വേണം. ഡയമീറ്റർ ഉണ്ടെങ്കിൽ ഈ സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ സർക്കിളിന്റെ ഡയമീറ്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന 5 എന്ന ലെറ്റർ യൂസ് ചെയ്യാണ്. ഡയമീറ്റർ കോമൺ ആയിട്ട് റെപ്രസെന്റ് ചെയ്യേണ്ട, ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ ഈ ബോട്ടം സർഫസും ടോപ്പ് സർഫസ് ഇത് രണ്ടിന്റെയും സെന്റർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നോർമൽ ഒരു ഹൈറ്റ്, റെക്ടാംഗിൾ ആയിട്ട് നമ്മൾ കാണുന്ന ദൂരം, ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് തന്നിട്ടുണ്ട്. ഈ ഡയമീറ്റർ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഡയമീറ്റർ നമ്മൾ കോമൺ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന 5 എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്താണ്. അത് ഓർത്ത് വെച്ചേക്കുക. സർക്കിളിന്റെ ഒക്കെ ഡയമീറ്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 5 എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഡയമീറ്റർ 40 mm, ഹൈറ്റ് 60 mm. അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഇസ് റെസ്റ്റിംഗ് ഓൺ HP. അപ്പൊ സിമ്പിൾ പൊസിഷൻ ഫസ്റ്റ് കണ്ടീഷൻ, റെസ്റ്റിംഗ് ഓൺ HP. It is actually resting on HP. രണ്ടാമത്തെ കണ്ടീഷൻ റെസ്റ്റിംഗ് ഓൺ HP ഓൺ ബേസ്. അതാണ് ഇനിഷ്യൽ കണ്ടീഷൻ. കാരണം എന്തെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി റെസ്റ്റിംഗ് ഓൺ HP വിത്ത് എ പോയിന്റ് ഓൺ ഇറ്റ്സ് ബേസ് എന്നാണ് പറയുന്നത്. അപ്പം HP-യിലുള്ള ഒരു പോയിന്റ്, ബേസിലുള്ള ഒരു പോയിന്റിലാണ് HP-യിൽ റെസ്റ്റ് ആവുന്നത്. അപ്പം ആ ഒരു കണ്ടീഷൻ നമുക്ക് എടുക്കാം. റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ് എന്നുള്ള കണ്ടീഷൻ എടുക്കാം, സിമ്പിൾ പൊസിഷൻ. സെക്കൻഡ് ആക്സിസ് ഇൻക്ലിനേഷൻ, അതായത് രണ്ടാമത്തെ കണ്ടീഷൻ. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി, നമ്മൾ വരച്ച പഴയ കാര്യങ്ങളൊക്കെ പഴയ പ്രോബ്ലംസ് ഒക്കെ നോക്കിയാൽ മതി. ആക്സിസ് ഇൻക്ലിനേഷൻ ആയിരിക്കും നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ. സോ 30 degree to HP. അപ്പൊ ആദ്യത്തത് HP ആണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത്തതും HP തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് 30 degree ആക്സിസ്. അത് നോക്കിക്കോണം. അത് അവർ തന്നിട്ടുള്ളത് ഏതാണെന്ന് നോക്കണം. ആക്സിസ് ആണോ ഇൻക്ലൈൻഡ്, ബേസ് ആണോ ഇൻക്ലൈൻഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ആക്സിസ് ഇൻക്ലൈൻഡ് 30 degree to HP. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ a point on its base rest on HP. അപ്പോൾ എന്താണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇരിക്കുകയാണ്, ഒരു സിലിണ്ടർ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. നേരെ ഇരിക്കുന്ന ഒരു സിലിണ്ടർ. അതുപോലെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സിലിണ്ടർ നേരെ ഇങ്ങനെ ഇരിക്കുകയാണ്.
സ്റ്റഡി ആയിട്ടിരിക്കുന്നു. സ്റ്റഡി ആയിട്ടിരിക്കുന്ന ഒരു സിലിണ്ടറിന് എന്ത് ചെയ്തു? ഇതാണ് നമുക്ക് എന്താ HP. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എന്തിവിടെ കാണാൻ പറ്റും? ഒരു ഫസ്റ്റ് കാണുന്ന ഒരു റെക്ടാങ്കിൾ കാണാൻ പറ്റും. മുകളിൽ നിന്ന് നോക്കുമ്പോൾ, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ സർക്കിളും, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ റെക്ടാങ്കിളും കാണാം. സോ അങ്ങനെയാണ് ഈ ഒരു സിലിണ്ടർ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അത് ഓർത്ത് വെച്ചേക്കുക. പിന്നുള്ള കാര്യം എന്താ വെച്ചാൽ രണ്ടാമത്തെ കണ്ടീഷൻ, ഇത് സിമ്പിൾ പൊസിഷൻ, ഫസ്റ്റ് കണ്ടീഷനാണിത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പം ഇതിന്റെ ആക്സിസ് ഉണ്ടല്ലോ, ഈ ആക്സിസിന് നമ്മളൊന്ന് ഇൻക്ലൈൻ ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ആക്സിസ് ഇസ് നൗ ഇൻക്ലൈൻ ടു HP. സോ ഇതിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. തീറ്റ ആണ് നമുക്കിപ്പോൾ 30 ഡിഗ്രി ആക്സിസ് ഇപ്പോൾ ഇൻക്ലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ ആക്സിസ് ഇൻക്ലൈൻ ചെയ്യുമ്പം അതിന്റെ ഒരു പോയിന്റ്, സിലിണ്ടറിന്റെ ഒരു പോയിന്റ്, സർക്കിളിലുള്ള ഒരു പോയിന്റ് മാത്രം എന്ത് കാണും? ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, HP-യിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ കിടക്കുക. സോ ഇതാണ് കണ്ടീഷൻ. ഇതാണ് കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഒരു റെക്ടാങ്കിൾ ഉണ്ടല്ലോ, ഈ ഒരു റെക്ടാങ്കിൾ ഇങ്ങനെ ചരിയുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു റെക്ടാങ്കിൾ ഇങ്ങനെ ചരിഞ്ഞ പോലെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ആക്സിസ് ഇപ്പൊ ഇൻക്ലൈൻ ഉണ്ടാവും. ഓക്കെ, 30 ഡിഗ്രിക്ക്. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഈ ആക്സിസ് ഇൻക്ലിനേഷൻ എന്ത് ചെയ്യാൻ പറ്റും? വിൽ കൺവേർട്ട് ടു ആക്സിസ് ഇൻക്ലിനേഷൻ ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് മാറ്റും? ബേസ് ഇൻക്ലിനേഷൻ ആയിട്ട് മാറ്റും. ബേസ് ഇൻക്ലിനേഷൻ that is equal to 90 minus 30 equal to 60 ഡിഗ്രി. അത് നമുക്ക് കുറച്ച് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യണമെന്നില്ല, അത് നമ്മൾ എന്താ വെച്ചാൽ ഈ ആക്സിസിന്റെ ഇൻക്ലിനേഷൻ ഞാൻ ഈ ബേസിന്റെ ഇൻക്ലിനേഷൻ ആക്കി മാറ്റി. സോ അപ്പൊ എനിക്കിത് 60 ഡിഗ്രി എന്ന് കിട്ടും. 90 minus 30 60 ഡിഗ്രി. അതായത് ഈ ബേസിന്റെ ഇൻക്ലിനേഷൻ ഈ ഒരു ആംഗിൾ ആയിട്ട് മാറ്റി. അങ്ങനെ മാറ്റുമ്പോൾ എനിക്ക് കുറെ കൂടെ വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ആക്സ് വരയ്ക്കാനാണെങ്കിൽ കുറച്ച് പാടാണ് ആക്സ് ഇൻക്ലിനേഷൻ വരയ്ക്കാൻ. സോ ബേസ് ഈ ഒരു ബേസ് ഇൻക്ലൈൻഡ് ആക്കി വരച്ചാൽ കുറെ കൂടെ എളുപ്പമായിരിക്കും. നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ആ ഡിഫിക്കൽട്ടി മനസ്സിലാവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ നമ്പർ 2. കണ്ടീഷൻ 3 എന്താണ്? ഇറ്റ്സ് ആക്സിസ് ഇസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP ആൻഡ് 30 ഡിഗ്രി ടു VP. സോ അതേ ആക്സിസ് ഇപ്പൊ VPക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ന് വെച്ചാൽ അടുത്ത കണ്ടീഷനിൽ പറയുന്നു ഇതേ ആക്സിസ് ഇപ്പൊ ഇരിക്കുകയല്ലേ, ഈ ഒരു നമുക്ക് നോക്കാം. ഈ ഒരു ഫിഗർ ഇപ്പൊ നമുക്ക് നോക്കാം, എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമുക്കിപ്പോ ഇതൊന്ന് നോക്കാം. അടുത്ത കണ്ടീഷൻ, മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് VPക്കാണ്. തേർഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഇപ്പൊ ഇതിന്റെ ആക്സിസ് VPക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കും. അതായത് ഇതേ സെയിം ആക്സിസ് തന്നെയാണ്. ഇപ്പൊ അത് HP-ക്കാണ് ഇൻക്ലൈൻഡ്, HP-ക്കാണ് ഇൻക്ലൈൻഡ്, ഹൊറിസോണ്ടൽ പ്ലെയിനാണ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി. അപ്പൊ ഇതേ ആക്സിസ് ഇത് എങ്ങനെ ഇരിക്കുന്ന ആക്സിസിന് കുറച്ച് അങ്ങോട്ടും കൂടെ ഇൻക്ലൈൻഡ് ആക്കണം. VP എന്ന് വെച്ചാൽ നേരെയല്ലേ, വേർട്ടിക്കലായിട്ട്. സോ വേർട്ടിക്കലായിട്ട് ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്ന. ഇനി ആ വേർട്ടിക്കൽ ഡയറക്ഷനിലും കൂടെ ഒരു ചെറിയ ട്വിസ്റ്റ്, VPക്കും കൂടെ ഒരു 30 ഡിഗ്രി ഇൻക്ലൈൻഡ്. അത് ചെയ്യുമ്പോൾ കുറെ കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് തന്നെ കിട്ടും. ആ സിലിണ്ടർ ഇങ്ങനെ മാറും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോക്കിയാൽ മതി, ഇപ്പൊ VPക്ക് ഇൻക്ലിനേഷൻ ഒന്നുമില്ല. VP എന്ന് പറഞ്ഞാൽ ഇതാണ് വേർട്ടിക്കൽ പ്ലെയിൻ. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഇൻക്ലിനേഷൻ ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇനി VPക്ക് ഇതാണ് VP എങ്കിൽ ഈ VPക്കും കൂടെ ഒരു 30 ഡിഗ്രി അങ്ങോട്ട് നമ്മൾ തിരിക്കും. നേരത്തെ HP-ക്ക് 30 ഡിഗ്രി ആണ്, HP-ക്ക് 30 ഡിഗ്രി ആണ്.
ഇനി വി പിക്കും കൂടെ ഒരു 30 ഡിഗ്രി നമ്മൾ അങ്ങോട്ട് തിരിക്കും ഈ സിലിണ്ടറിന്. അപ്പം അങ്ങോട്ട് തിരിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. സോ ഇങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്, പക്ഷെ കുറെ കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ നമുക്കിപ്പോൾ ഇവിടെ കിട്ടും. ഈ സിലിണ്ടറിന്റെ കുറെ കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. കണ്ടീഷൻ സെയിം തന്നെയാണ്. ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ ഇൻക്ലൈൻ ചെയ്യുന്നത് വി പിക്കാണ്. സോ ആക്സിസിനെയാണ് ഇൻക്ലൈൻ ചെയ്യുന്നത്, അത് ഓർത്ത് വെച്ചേക്കുക. മൂന്നാമത്തെ കേസിന് നമ്മൾ സാധാരണ പറയുന്നത് ബേസ് ഇൻക്ലിനേഷൻ എന്നാണ് പറയുന്നത്, ബേസ് ഇൻക്ലിനേഷൻ. പക്ഷെ ഇവിടെ സിലിണ്ടർ കോണൊക്കെ വരുന്ന കേസിലും ആക്സിസിനെ തന്നെ ആയിരിക്കും വീണ്ടും നമ്മൾ തിരിക്കുന്നത് 30 ഡിഗ്രി. സോ അത് സിലിണ്ടർ കോണല്ല, ബാക്കി എന്താ പറയുക, നമ്മുടെ പ്രിസം ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പിരമിഡ് ആണെങ്കിൽ പോലും ആക്സിസ് ഇൻക്ലൈൻഡ് എന്നുള്ള ഒരു കണ്ടീഷൻ വരും. അങ്ങനത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കേസ് നമ്മൾ ബേസ് ഇൻക്ലിനേഷൻ എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ. എപ്പോഴും ഇത് രണ്ടിൻ്റെയും കാരണം എന്തെന്ന് വെച്ചാൽ ആദ്യം ബേസിൽ റെസ്റ്റ് ചെയ്യും, ഏതെങ്കിലും ഒരു പോയിന്റ് ബേസിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ വരച്ചിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്തിട്ട് അതിന് ആക്സിസിനെ ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കും. അടുത്ത കണ്ടീഷനിൽ നോക്കുമ്പോൾ അതേ ബേസ്, ഇവിടെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ബേസിനെ ആയിരിക്കും നമ്മൾ മൂന്നാമത്തെ കേസിൽ ഇൻക്ലൈൻ ചെയ്യുന്നത് സാധാരണഗതിയിൽ. പക്ഷേ ഇവിടത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ ബേസ് ഇസ് നോട്ട് ഇൻക്ലൈൻഡ്, ആക്ച്വലി അതേ ആക്സിസ് തന്നെയാണ്. ഇപ്പൊ എച്ച് പിക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയ ആക്സിസ്, കഴിഞ്ഞ കേസിൽ എച്ച് പിക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരുന്ന ആക്സിസ് ഇപ്പം ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു വി പി. അതായത് ഇപ്പൊ എച്ച് പിക്കും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്, വി പിക്കും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. അങ്ങനെയാണ് ഇപ്പൊ ആക്സിസ് മാറിയിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ, വരയ്ക്കാനുള്ള കണ്ടീഷൻ. 3 കണ്ടീഷൻസുമായി നമ്മുടെ സിലിണ്ടറിന്റെ ബേസിക് ഡയാസ് എല്ലാം ഉണ്ട്, ഡയമെൻഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ വരയ്ക്കാം. ഈ ഒരു ഡയഗ്രാം നമുക്ക് ഈസിയായിട്ട് വരയ്ക്കാൻ പറ്റും. എങ്ങനെ വരയ്ക്കണമെന്ന് പറയാം. സോ വരയ്ക്കാനായിട്ട് പ്രൊസീജിയർ ഉണ്ട്. സിലിണ്ടർ കോണൊക്കെ നമുക്ക് പൊതുവിൽ വരയ്ക്കുമ്പോൾ പാടാണ്. അതേപോലെ തന്നെ കമ്പയർ ടു നമ്മുടെ പ്രിസം, പിരമിഡ്, ഇത് കുറച്ച് എന്താ പിരമിഡിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു കേസ് 2 ഫേസ് ഉള്ള അല്ലെങ്കിൽ ടോപ്പ് ഫേസ് ആൻഡ് ബോട്ടം ഫേസ് ഉള്ള സിലിണ്ടറും അതേപോലെ പ്രിസംസും കുറച്ച് പാടാണ്, നമുക്ക് സമയമെടുക്കും. സോ പക്ഷെ അത് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. സിലിണ്ടർ ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം വരയ്ക്കുന്നത് റെഫറൻസ് ലൈൻ ആണ്. എല്ലാ കേസിലും ആദ്യം വരയ്ക്കുന്നത് റെഫറൻസ് ലൈൻ ആണ്, അത് ഓർമ്മ ആണ് നിങ്ങൾക്ക്. സോ ആസ് യൂഷ്വൽ നമ്മൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. വിൽ ഡ്രോ ദ റെഫറൻസ് ലൈൻ. ഫസ്റ്റ് നമ്മൾ റെഫറൻസ് ലൈനിൽ തുടങ്ങുന്നു. സോ റെഫറൻസ് ലൈനിന് നമ്മൾ കൊടുക്കുന്ന പേര് XY എന്നാണ്, നമുക്ക് ഓർമ്മ കാണും അത്. ഇതിന് നമ്മൾ കൊടുക്കുന്ന പേര് XY എന്നാണ്. സോ നമുക്ക് വീണ്ടും കുറെ കൂടെ സ്പേസ് വേണ്ടി വരും, കുറെ കൂടെ നീട്ടി വരയ്ക്കാം നമുക്ക്. സോ ഫസ്റ്റ് ഉള്ളത് നമുക്ക് തന്നിട്ടുള്ളത് സിലിണ്ടർ ആണ്. സിലിണ്ടർ സിമ്പിൾ പൊസിഷൻ വരയ്ക്കണം. അതിന്റെ ഡയമീറ്റർ അറിയാം, ഹൈറ്റ് അറിയാം. റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ്. അപ്പൊ എങ്ങനെ വരുമെന്ന് നമുക്കറിയാം. HP റെസ്റ്റ് ചെയ്യാണ്, ബേസിൽ HP റെസ്റ്റ് ചെയ്യാണ്. അപ്പൊ താഴെ നമുക്ക് എന്ത് വരും, താഴെ സർക്കിളും മുകളിൽ നമുക്ക് റെക്ടാംഗിളും വരും. സോ ഞാനൊരു സർക്കിളിനെ എടുത്തോണ്ട് വരാം. അവിടെ നിന്ന് സർക്കിളിനെ കൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ആദ്യം നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് സർക്കിളാണ്. സർക്കിൾ വരയ്ക്കുമ്പം വരച്ചിട്ട് അതിൻ്റെ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് സർക്കിളാണ്. ഈ സർക്കിളിന് ആദ്യം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കോമ്പസ് ഒക്കെ വെച്ച് വരച്ചാൽ മതി. എനിക്കിവിടെ ഞാൻ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ നീറ്റായിട്ട് വരാൻ ചാൻസ് കുറവാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, സോ കോമ്പസ് വെച്ച് വരയ്ക്കാൻ നിങ്ങൾ വരച്ചാൽ മതി കോമ്പസ് വെച്ചിട്ട്. സോ ഫസ്റ്റ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു. സർക്കിളിനെ വരച്ചിട്ട് അടുത്ത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ വിൽ ഡിവൈഡ് ഇറ്റ് ഇൻറ്റു എത്ര ഈക്വൽ പാർട്സ്, 8 ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും. നമ്മൾ അതിനെ 8 ഈക്വൽ പാർട്ടായിട്ട്
ഡിവൈഡ് ചെയ്യാം. അതാണ് ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ്. 8 ഈക്വൽ പാർട്ടായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? നമുക്കൊരു സർക്കിളിൽ വരച്ചിട്ട് 8 ഈക്വൽ പാർട്ട് എന്ന് വെച്ചാൽ കറക്റ്റ് അതിന്റെ സെന്റർ പോയിന്റ് ഫിക്സ് ചെയ്യുക. സർക്കിളിന്റെ സെന്റർ എവിടെയാണെന്ന് നോക്കുക. നിങ്ങൾ കോമ്പസ് വെച്ച് വരയ്ക്കുമ്പോൾ തന്നെ അതിന്റെ സെന്റർ നിങ്ങൾക്ക് കിട്ടും. സർക്കിളിൽ സെന്റർ പോയിന്റ് ഫിക്സ് ചെയ്യാം. കോമ്പസ് വെച്ച് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോമ്പസ് വെക്കുന്ന ആ പോയിന്റ് ആയിരിക്കും അതിന്റെ സെന്റർ പോയിന്റ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻടു 8 ഈക്വൽ പാർട്സ്. ആദ്യം ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. ഹൊറിസോണ്ടൽ ആയിട്ടൊരു ലൈന് 0 ഡിഗ്രിയിൽ വെച്ചിട്ട് ഒരു ലൈൻ, അത് അടുത്ത് വെർട്ടിക്കൽ ആയിട്ട് വെച്ചിട്ട് സെന്റർ വഴി പാസ് ആവുന്ന അടുത്ത ലൈൻ, 90 ഡിഗ്രിയിൽ വെച്ചിട്ട് സെന്റർ വഴി പാസ് ആവുന്ന അടുത്ത ലൈൻ. സോ അപ്പോൾ ഇപ്പോൾ 4 പാർട്ടായിട്ട് സർക്കിൾ ഡിവൈഡ് ആയിട്ടുണ്ട്. നമുക്ക് സർക്കിൾ എന്ന് വെച്ചാൽ 4 പാർട്ടായിട്ട് ഡിവൈഡ് ആവും. ഈ ലൈനും കൂടെ വരയ്ക്കുമ്പോൾ നമ്മുടെ സർക്കിൾ 4 പാർട്ടായിട്ട് ഡിവൈഡ് ആയി. നിങ്ങൾ എനിക്കിത് കുറച്ച് ഈക്വൽ ആയിട്ട് ആയതുപോലെ തോന്നുന്നില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് ആയിക്കോളും. കറക്റ്റ് സെന്റർ വെച്ചാണ് പാസ് ചെയ്യുന്നതെങ്കിൽ 4 ഈക്വൽ പാർട്ടായി. അടുത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനി ഒരു 45 ഡിഗ്രിയിൽ വെക്കണം. നിങ്ങളുടെ പ്രൊട്രാക്ടർ 45 ഡിഗ്രി മെഷർ ചെയ്ത് വെക്കണം. സോ 45 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സെന്റർ വഴി വീണ്ടും ഒരു ലൈൻ വരയ്ക്കണം. സെന്റർ വഴി 45 ഡിഗ്രിയിൽ വീണ്ടും ഒരു ലൈൻ വരയ്ക്കണം. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ വീണ്ടും ഈ സ്കെയിലിന് നമ്മൾ 45 ഡിഗ്രി അടുത്ത സൈഡിലോട്ട് വീണ്ടും 45 ഡിഗ്രി ഇങ്ങോട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വി ക്യാൻ again divide. ഓക്കെ, സോ ഇവിടെ വെച്ചിട്ട് വീണ്ടും നമ്മളൊരു 45 ഡിഗ്രി ലൈൻ വരയ്ക്കാം. ഇതിങ്ങനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നമുക്കിപ്പം കിട്ടിയത്. ഇതായിരിക്കും നമ്മുടെ 8 ഈക്വൽ പാർട്ടായിട്ട് കിട്ടി. സോ നെയിമിങ് ഞാൻ ഇവിടെ തൊട്ട് കൊടുക്കാൻ പറഞ്ഞു, പക്ഷെ നമുക്ക് ഇവിടെ തൊട്ട് വേണമെങ്കിൽ നെയിമിങ് കൊടുക്കാം. സർക്കിളിനൊക്കെ ആദ്യം നെയിമിങ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്പർ കൊടുക്കാം, അതായിരിക്കും എളുപ്പം. കാരണം എന്താണെന്ന് പറയാം. നമുക്ക് നമ്പർ കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഫസ്റ്റ് കൊടുക്കുന്നത് നമ്പർ കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൽഫബറ്റ്സ് കൊടുക്കാം. അതെന്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സിലിണ്ടർ ആണ്, ഇത് 2 ഫേസസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഞാൻ ഇവിടെ തൊട്ട് നമ്പർ കൊടുക്കുകയാണ്. ഇവിടെ തൊട്ടേ കൊടുക്കുകയാണ്. നമ്പർ 1 ഈ പോയിന്റ് 1, ഈ പോയിന്റ് 2, ഈ പോയിന്റ് 3, ഇത് 4, 5, 6, 7, 8. ഓക്കെ, അങ്ങനെ നമ്പർ കൊടുക്കാം. 8 ആയിട്ട് നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്തു. 8 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 8 പോയിന്റ്സിന് നമ്മളിപ്പോൾ എന്ത് ചെയ്തു? നമ്പർ കൊടുത്തു. ഇപ്പൊ ഈ സിലിണ്ടറിന്റെ പ്രത്യേകത എന്താണ്? സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം 2 സർക്കിൾസ് ഉണ്ട്. സിലിണ്ടർ നോക്കിയാൽ മതി, നമുക്ക് 2 സർക്കിൾ കാണാൻ പറ്റും. ഒന്ന് ബേസിൽ, അതായത് ബേസിൽ ഒരു സർക്കിൾ ഉണ്ടാവും. അതേപോലെ തന്നെ അതിന്റെ ടോപ്പ് സർഫസിൽ ഒരു സർക്കിൾ ഉണ്ടാവും. മുകളിൽ നിന്ന് നോക്കുമ്പോഴും ഒരു സർക്കിൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ടോപ്പ്. ആൻഡ് ദിസ് ഇസ് അവർ ബേസ്. 2 സർക്കിൾ ഉണ്ടാവും. അപ്പോൾ ഒരു സർക്കിൾ നമുക്ക് കാണാൻ പറ്റും, ഇത് ബേസ് നമുക്ക് കാണില്ല. ടോപ്പ് വ്യൂവിൽ എന്ന് പറയുമ്പം ഇതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സർക്കിൾ നമുക്ക് കാണാൻ പറ്റും. ഈ സർക്കിൾ നമുക്ക് ഇത് ഹിഡൻ ആയിരിക്കും. ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ, മുകളിൽ നിന്നുള്ള വ്യൂ, ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ മുകളിലുള്ള സർക്കിൾ വിസിബിൾ ആയിരിക്കും ആൻഡ് താഴെയുള്ള സർക്കിൾ വിൽ ബി ഹിഡൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സർക്കിളിന്റെ അകത്ത് മറ്റൊരു സർക്കിൾ ഉണ്ട്. അപ്പൊ ബേസിന് നമുക്ക് 1 2 3 4 5 6 7 8 എന്ന് കൊടുക്കാം. ഈ 1 2 3 4 5 6 7 8 നമ്മുടെ ബേസ് സർക്കിൾ എന്ന് കൊടുക്കാം, ബോട്ടമിലുള്ള സർക്കിൾ. അപ്പൊ ഇത് കാണാൻ പറ്റില്ല, ഹിഡൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെല്ലാം ആ പോയിന്റ്സിനൊക്കെ നമ്മൾ ബ്രാക്കറ്റിലിടും. അത് ഹിഡൻ ആയതുകൊണ്ട് ഈ പോയിന്റ്സിനൊക്കെ നമുക്ക് ബ്രാക്കറ്റിലിടാം. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ നമുക്ക് മാർക്ക് ചെയ്യണം. ഇതിന്റെ ടോപ്പ് ഫേസും കൂടെ ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. എ ബി സി ഡി ഞാൻ മാർക്ക് ചെയ്യുന്നു. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ലൈക്ക് വൈസ്. അപ്പം 8 ആൽഫബേറ്റ്സ് വെച്ച് ഞാനിപ്പോൾ ടോപ്പ് സർക്കിളിനെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ 2 സർക്കിൾ ഉണ്ട്. ടോപ്പിൽ ഒരു വിസിബിൾ സർക്കിൾ, അതിന്റെ ബോട്ടമിൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു സർക്കിൾ ഇവിടെ ഉണ്ട്, താഴെ ഉണ്ട്, അത് ഹിഡൻ ആണ്. അപ്പൊ അതിന്റെ പോയിന്റ്സ് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് 1 2 3 4 5 6 7 8. അതേപോലെ ഈ ടോപ്പ് സർക്കിളിന്റെ പോയിന്റ്സ് ആണ്
ABCDEFGH. അത് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ വിൽ പ്രൊജക്റ്റ് ഇറ്റ്. ഈ ഒരു സർക്കിൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. പ്രൊജക്ഷൻ ലൈൻസ് ആർ ഓൾവേസ് 90 ഡിഗ്രി ആൻഡ് പാരലൽ ടു ഈച്ച് അതർ. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈറ്റ് ആയിട്ടുള്ള പെൻസിൽ 2H പെൻസിൽ വെച്ചിട്ട് വളരെ ലൈറ്റ് ആയിട്ട് കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്കിതിനെ ഇങ്ങോട്ട് പ്രൊജക്റ്റ്, എല്ലാം ആദ്യം XY ലൈനിലോട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഈ ലൈൻസ് ഒക്കെ ഒരേ 1ൽ നിന്ന് പോകുന്നു, 2ൽ നിന്ന് പോകുന്ന ഈ ലൈൻ ഷുഡ് പാസ് ത്രൂ 0.8. അത് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ 3 and 7 ആ 2 പോയിന്റും ഒരുമിച്ചായിരിക്കണം. 3, 7 എന്ന് പറയുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, 3ഉം 7ഉം ഒരുമിച്ചായിരിക്കണം. അതേപോലെ 4ഉം 6ഉം ഒരേ ലൈനിലായിരിക്കണം. നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് അങ്ങനെ വരാതെ പോകാം. അപ്പോൾ അത് സൂക്ഷിക്കണം. അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രോയിങ് ശരിയാവുള്ളൂ. അത് ശ്രദ്ധിച്ചോളൂ ആ ഒരു കാര്യം. ഓക്കെ, നിങ്ങൾ 1ൽ നിന്ന് വരയ്ക്കുന്ന പോയിന്റ് 2ൽ നിന്ന് വരയ്ക്കുന്നത് 8 വഴി പോകണം, 3ൽ നിന്ന് വരയ്ക്കുന്നത് 7 വഴി തന്നെ പോകണം, 4ൽ നിന്ന് വരയ്ക്കുന്നത് 6 വഴി പോകണം. ലൈക്ക് വൈസ് അതായത് നോക്കണം. ഇതിങ്ങനെ വരച്ചാൽ മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറയാൻ പറ്റൂ. ഇവിടെയുള്ള സർക്കിൾ ഏതാണ്? ബോട്ടമിൽ റെസ്റ്റ് ചെയ്ത് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? HP-യിൽ റെസ്റ്റ് ചെയ്യാണ്. ഇവിടെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, മുകളിലുള്ളത് കാണാൻ പറ്റും, ഈ പോയിന്റ്സ് ഒന്നും കാണാൻ പറ്റില്ല. ഇതായിരിക്കും നമ്മുടെ ഹിഡൻ. അപ്പോൾ ഹിഡൻ എന്ന് പറയുന്നത് ഈ റീജിയൻസ് ആയിരിക്കും. ഹിഡൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആയിരിക്കും ഹിഡൻ, അല്ലേ? അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും ഹിഡൻ. അപ്പോൾ നമുക്ക് ഹിഡൻ ഏതാണ്? 1, 2, 3, 4 ആണ് നമ്മുടെ ഹിഡൻ പോയിന്റ്സ്. അപ്പോൾ അതിനെ മാർക്ക് ചെയ്യാം. അതിൻ്റെ ഫ്രണ്ട് വ്യൂ 1ന്റെ ഫ്രണ്ട് വ്യൂ 1'. ഇവിടെ 2ന്റെ ഫ്രണ്ട് വ്യൂ 2'. 2ന്റെ പുറകിൽ പിന്നെ എന്തുണ്ട്? 8 ഉണ്ട്. 8 നമുക്ക് കാണാൻ പറ്റില്ല. നമുക്കറിയാം 1, 2, 3, 4, 5 നമുക്ക് കാണാം. അവിടെയുണ്ട്. ബോട്ടം സർക്കിളിൽ പിന്നെയും പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണ്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ സർക്കിളിന്റെ ആദ്യത്തെ ഫ്രണ്ട് പോർഷൻസ് 1, 2, 3, 4, 5 വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പം 2ന്റെ പുറകിലുള്ളത് 8 ആണ്. സോ 8' ഇസ് ഹിഡൻ. അതേപോലെ ഇവിടെ എന്തുണ്ട്? ഫ്രണ്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 1, 2, 3 ഈ പാതിയെ കാണാൻ പറ്റും. ബാക്കി പകുതി ഹിഡൻ ആണ്. അതാണ് ഇവിടെ ഡോട്ട് ലൈനിൽ ഞാൻ വരച്ചിട്ടുള്ളത്. 1, 2, 3, 4, 5 ഇത്രയും കാണാം. ഇപ്പം ഇവിടെ അടുത്ത പോയിന്റിൽ നമുക്ക് എന്ത് കാണാമെന്ന് വെച്ചാൽ ഇത് കാണാം, 3 കാണാൻ പറ്റും. സോ ദാറ്റ് ഇസ് 3'. 3'ന്റെ പുറകിൽ 7'. അടുത്ത് ഇവിടെ നമുക്കുള്ളത് 4 കാണാം. ഈ ഒരു പോയിന്റിൽ 4 കാണാം. ദാറ്റ് ഇസ് 4'. 4ന്റെ പുറകിൽ നമുക്ക് 6'. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും 5'. ഇത്രയും കാര്യങ്ങളുണ്ട് സിലിണ്ടറിൽ ശ്രദ്ധിക്കാൻ. തീർന്നില്ല, ഇനിയും ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ഹൈറ്റ് വെച്ച് അതിനെ പ്രൊജക്റ്റ് ചെയ്യണം. എല്ലാ പോയിന്റും അതിന്റെ ഹൈറ്റ് വെച്ച് പ്രൊജക്റ്റ് ചെയ്യണം. അതിന് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം, ആക്സസ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അതിന്റെ ആക്സസ് വരയ്ക്കാൻ പോവാണ്. ആക്സസും നമ്മൾ വരയ്ക്കുന്നത് 2H പെൻസിൽ വെച്ച് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. ഞാൻ കുറച്ച് ഡാർക്കായിട്ട് വരയ്ക്കുന്നു, പക്ഷെ നിങ്ങൾ 2H പെൻസിൽ വെച്ച് തന്നെ വരച്ചാൽ മതി. ഈ ആക്സസ് എന്തിനാണ് വരയ്ക്കുന്നത് വെച്ചാൽ ഇതിന്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നത് ആക്സസിൽ നിന്നുമാണ് ഹൈറ്റ് മെഷർ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ആക്സസ് ഇപ്പോൾ വരച്ചത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇത് വെച്ചാണ് അതിന്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നത്. അതിന്റെ ഹൈറ്റ് എത്രയായിരുന്നു നോക്ക്? ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് 60 mm. ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുമ്പോൾ 60 mm ആണ്. ആ ഹൈറ്റ് ഞാനിവിടെ മെഷർ ചെയ്തു as 60. അതേപോലെ എൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൽ നമ്മൾ ഡിവൈഡ് ചെയ്തല്ലോ, ഏതെങ്കിലും ഒരു ലൈനിൽ ഒരു ആരോ വരച്ചാൽ മതി. ഏതെങ്കിലും ഒരു ലൈൻ, ഞാൻ ഈ ലൈൻ എടുക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു ലൈനിൽ ഇങ്ങനെ ആരോ ഹെഡ് വരച്ചിട്ട് ആ ലൈനൊന്ന് സ്കെയിൽ വെച്ച്, ഞാൻ ഇപ്പോൾ സ്കെയിൽ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്ത് താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനൊരു ഇത് വരച്ചിട്ട് 540 എന്ന് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് താഴെ ഇതിന് ഡയമെൻഷൻ ചെയ്യാം. 5 എന്ന് വെച്ചാൽ ഡയമീറ്റർ. ഇനി നമുക്കിതിനെ ജോയിൻ ചെയ്യാം. എല്ലാ പോർഷനും നമുക്കിപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടോപ്പ് വരെ ആ 60 mm നമുക്കിപ്പോൾ കൊണ്ടുപോകാം. എല്ലാത്തിനെയും പുറത്തുള്ള രണ്ട് ഇതും നമുക്ക് ക്ലിയർലി വിസിബിൾ ആണ്. ഇത് മാത്രം, ഈ രണ്ട് അകത്തുള്ള ലൈൻസ്, ഇന്നർ ലൈൻസ് ജസ്റ്റ് പ്രൊജക്ഷൻ ലൈൻസ് തന്നെയാണ്, നമുക്കത് വിസിബിൾ അല്ല. നമ്മൾ ഇമാജിനറി ആയിട്ട് ഡിവൈഡ് ചെയ്ത് 8 പാർട്ട് അത്രേ ഉള്ളൂ. സിലിണ്ടറിന്റെ കേസിൽ ഇതൊക്കെ നമ്മൾ ഈ 8 പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമാജിനറി ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തത്? 8 ആയിട്ട് ഡിവൈഡ് ചെയ്തതിന്റെ പർപ്പസ് എന്തെന്ന് വെച്ചാൽ നമുക്ക് അടുത്തടുത്ത ഡ്രോയിങ് അതിന്റെ പ്രൊജക്ഷനൊക്കെ വരയ്ക്കുമ്പോൾ
ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയാണ് 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. ചില ബുക്കൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 12 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ 12 പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയമാവും. 8 പാർട്ടേ നമുക്ക് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ചില കേസിൽ എക്സാമിൽ ഭയങ്കര ലെങ്തി ആണ്, നിങ്ങൾക്ക് സമയമൊന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളിപ്പം 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താലും തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഈ സിലിണ്ടർ എന്ന് പറയുന്ന പ്രോബ്ലം തന്നെ നമുക്ക് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി നമുക്ക് ടോപ്പിനെ എന്ത് ചെയ്യാം, ടോപ്പിനെ ക്ലോസ് ചെയ്യാം. ടോപ്പിനെ ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു എക്സ്റ്റൻഷൻ ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഒരു എക്സ്റ്റൻഷൻ ലൈൻ വരയ്ക്കാം. അതേപോലെ നമുക്ക് ബേസും ക്ലോസ് ചെയ്യാം. ഇവിടെയും നമുക്ക് ഡാർക്ക് ആയിട്ട് കാണാൻ പറ്റും. ഈ ബേസും ഡാർക്ക് ആയിരിക്കും, ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിനെ നെയിം ചെയ്യാം. ടോപ്പ് സർഫസും നെയിം ചെയ്യണ്ടേ? ഇതായിരിക്കും നമുക്ക് വിസിബിൾ. ടോപ്പാണ് വിസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വിസിബിൾ ഇതിന് നമുക്കിവിടെ നെയിം കൊടുക്കണം. അതിപ്പോൾ നമ്മൾ എങ്ങനെ നെയിം കൊടുക്കാന്ന് വെച്ചാൽ ABCD, അതാണ് നമ്മൾ കൊടുക്കേണ്ട നെയിം. അത് നോക്കിക്കൊള്ളുക. ABCD എങ്ങനെ നെയിം കൊടുക്കാന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ A. സോ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് A' എന്ന് നെയിം കൊടുക്കുന്നു. ഇവിടെ വരുമ്പം B ആണ്. ബിയും ബിയുടെ പുറകിൽ H, അതായത് B' ബ്രാക്കറ്റിൽ H'. അടുത്ത് ഇവിടെ നമുക്ക് വരുന്നത് C ആണ്. ഇവിടെ C' ബ്രാക്കറ്റിൽ G'. അടുത്ത് ഇവിടെ D ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് D' ബ്രാക്കറ്റിൽ F'. ലാസ്റ്റ് E ആണ്. ഈ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് E ആണ്. 5ന് നേരെ നോക്കിയാൽ മതി. 5ന്റെ നേരെ നോക്കുമ്പോൾ E'. ഇത്രയാണ് നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ തന്നെ, ഇത്രയും വരയ്ക്കുന്നത് തന്നെ ഒരു നല്ലൊരു വർക്കുള്ള കാര്യമാണ്. നല്ല ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. സമയം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ഒട്ടും. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ ആക്സിസ് ഇൻക്ലൈൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആക്സിസ് ഏതാണെന്ന് നോക്കണം ആദ്യം. അപ്പോൾ ഇതാണ് ആക്സിസ്. ഈ ആക്സിസ് ആണ് ഇപ്പോൾ എന്തായിരിക്കുന്നത്? ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP. ആക്സിസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആക്സിസ് ഇൻക്ലിനേഷൻ നമ്മൾ എന്തായിട്ട് മാറ്റി? ആക്സിസ് ഇൻക്ലിനേഷനെ നമ്മൾ ബേസ് ഇൻക്ലിനേഷൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ആക്സിസ് ഇൻക്ലിനേഷനെ ബേസ് ഇൻക്ലിനേഷൻ ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബേസ് ഇൻക്ലിനേഷൻ ഇപ്പോൾ 60 ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കോമ്പസ് എടുത്ത് നമ്മൾ പ്രൊട്രാക്ടർ എടുത്ത് കുറച്ച് ദൂരം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, നമുക്ക് ആവശ്യത്തിനുള്ള സ്പേസ് വേണം വരയ്ക്കാൻ. സോ അങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു 60 ഡിഗ്രി മെഷർ ചെയ്യാം. നമ്മുടെ പ്രൊട്രാക്ടറിൽ ഒരു 60 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ആക്സിസിനെ ഇൻക്ലൈൻഡ് ആക്കി വരയ്ക്കുന്നതിന് വരെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബേസ് 1' 5' ഉണ്ടല്ലോ, അതിനെ ഇൻക്ലൈൻഡ് ആക്കി വരയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, വേറൊന്നുമല്ല. ആക്സിസിനെ വരയ്ക്കുന്നതിന് പകരം അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു 1' 5' എന്നുള്ളതിനെ ഞാൻ ഇൻക്ലൈൻഡ് ആക്കി വരയ്ക്കുകയാണ്. ഇത്രേ ഉള്ളൂ. 60 ഡിഗ്രിക്ക് ഇൻക്ലൈൻഡ് ആക്കി ഇവിടെ ഞാൻ ഫിക്സ് ചെയ്യുന്ന പോയിന്റ് ഏതോ ഒരു ബേസ് പോയിന്റിലാണ് ഇത് റെസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? ഏതോ ഒരു ബേസിലുള്ള ഏതോ ഒരു പോയിന്റിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഒരു പോയിന്റ് ബേസിലുള്ള ഏതോ ഒരു പോയിന്റിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. റെസ്റ്റ് ഓൺ HP വിത്ത് എ പോയിന്റ് ഓഫ് ഇറ്റ്സ് ബേസ്. അപ്പോൾ ബേസിലുള്ള ഏതോ ഒരു പോയിന്റിൽ ഇത് റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ റെസ്റ്റ് ചെയ്യുന്ന പോയിന്റ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ 5' അതിനെ റെസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. ഈ 5' എന്ന് പറയുന്ന പോയിന്റ് ഞാൻ അതിനെ 5'1' എന്ന് ഇവിടെ റീനെയിം ചെയ്തു. 5' എന്നുള്ള ആ പോയിന്റിൽ റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാനൊരു ബേസ്, ഇതേ ബേസിനെ ഞാൻ 60 ഡിഗ്രിക്ക് വരച്ചു. 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ചു. എന്നിട്ട് 5' 1' മെഷർ ചെയ്ത് ഞാനിവിടെ കറക്റ്റ് ഇതേ ലെങ്ത് തന്നെ ആയിരിക്കണം കേട്ടോ. 5' 1' എത്രയാണോ ലെങ്ത്, അതേ ലെങ്ത് ആയിരിക്കണം നിങ്ങളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. 5' 1' എന്ന് പറയുന്ന ലെങ്ത്തിന് ഞാൻ എന്ത് ചെയ്തു? ഈ ലൈൻ വരച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതെല്ലാം വരയ്ക്കാൻ പോവാണ്. ബാക്കിയൊക്കെ ഇതേ ഇൻക്ലൈൻഡ് ഇത് വെച്ച് തന്നെ ഞാൻ എല്ലാം വരയ്ക്കാൻ പോവാണ്. ഇതേ ലൈൻ വെച്ചിട്ട് ഞാൻ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഓരോ പോയിന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓരോ പോയിന്റ് എന്ന് പറയുമ്പോൾ 1' ഉണ്ട്, മെഷർ ചെയ്ത് 1' 2' ഫിക്സ് ചെയ്യാം. ഇവിടെ മെഷർ ചെയ്ത് 2' ഫിക്സ് ചെയ്യാം. നമുക്ക് 2 1' ബ്രാക്കറ്റിൽ 8 1' ഇതാ ഈ പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്തു.
നെക്സ്റ്റ് മെഷർ ചെയ്ത് ഫിക്സ് ചെയ്തു, 3 ഡാഷ് ഫിക്സ് ചെയ്തു, 3 1 ഡാഷ് ബ്രാക്കറ്റിൽ 7 1 ഡാഷ്. അടുത്ത ലാസ്റ്റ് 4 ഡാഷ് ഞാൻ എന്താ ഇവിടെ ഫിക്സ് ചെയ്തു, 4 1 ഡാഷ് ബ്രാക്കറ്റിൽ 6 1 ഡാഷ്. അങ്ങനെ ഓരോ പോയിന്റും ഞാൻ എന്താ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിക്കോട്ടെ, നമ്മുടെ 4 1 ഡാഷ്. അങ്ങനെ ഓരോ പോയിന്റും ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുകയാണ്. അപ്പോൾ 60 ഡിഗ്രിക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയിൽ വെച്ച് വരയ്ക്കണം, അത്രേ ഉള്ളൂ. 60 ഡിഗ്രിക്ക് പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ 30 ഡിഗ്രിയിൽ വെച്ചിട്ട് ഞാൻ ലൈൻസ് വരയ്ക്കുകയാണ്. ഈ ലൈൻസ് ഓരോന്നിൻ്റെയും ലെങ്ത് എത്ര ആയിരിക്കണം, ഇവിടെ എത്രയാണോ, ഇവിടെ 60 ആണെങ്കിൽ അതേ 60 ആയിരിക്കണം ഇവിടെ നിങ്ങൾ വരയ്ക്കേണ്ടത്, അത് മറക്കരുത്. ഇവിടെ 60 ആണെങ്കിൽ അതേ 60 ആയിരിക്കണം ഇവിടെ വരയ്ക്കേണ്ടത്. രണ്ട് എൻഡ് 1-ൽ നിന്നും 5-ൽ നിന്നും പോകുന്ന ലൈൻസ് മാത്രം എന്തായിരിക്കും, നല്ല ഡാർക്ക് ആയിരിക്കും. 1-ൽ നിന്നും 5-ൽ നിന്നും പോകുന്ന ലൈൻസ് ഡാർക്ക് ആയിരിക്കും. എല്ലാത്തിൻ്റെയും ഹൈറ്റ് എത്ര തന്നെയാണ്, 60 തന്നെയാണ്. ഇവിടെ നമ്മളിതാ ഈ ഇരിക്കുന്ന ഫിഗറിനെ ഒന്ന് ഇൻക്ലൈൻഡ് ആക്കി വരയ്ക്കുന്നു, അത്രയും നമ്മളിവിടെ ചെയ്യുന്നു. അതായത് അതിൻ്റെ ആക്സിസ് ഇൻക്ലൈൻഡ് ആക്കി നമ്മൾ വരയ്ക്കുന്നു. അതിൻ്റെ ആക്സിസിന് ഇപ്പോൾ ഒരു 30 ഡിഗ്രിക്ക് ഇപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടുണ്ടായിരിക്കും. നമ്മളിതാ ഈ ബേസിനെ 60 ആക്കിയപ്പോൾ ക്വസ്റ്റ്യനിൽ ഉള്ളതുപോലെ തന്നെ ബേസ് 60 ആകുമ്പോൾ ആക്സിസ് 30 ഡിഗ്രിക്ക് ഇൻക്ലൈൻഡ് ആയിക്കോളും. നിങ്ങൾ ചോദിക്കാം, ആദ്യമേ ഈ ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി വരച്ചാൽ പോരെ, എന്തിനാണ് ബേസ് ഇൻക്ലിനേഷൻ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം. അത് നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ റീസൺ എന്താണ്. കാരണം ആദ്യമേ നമ്മൾ ആക്സിസിനെ 30 ഡിഗ്രി ആയിട്ട് വരച്ചാൽ ഇവിടെ റെസ്റ്റിംഗ് പോയിന്റ് ഇല്ലേ, ഈ റെസ്റ്റിംഗ് പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പാടായിരിക്കും. ആക്സിസ് ലൈൻ ആദ്യം തന്നെ 30 ഡിഗ്രിക്ക് വരച്ചാൽ നമ്മൾ ആദ്യം ഈ റെസ്റ്റിംഗ് പോയിന്റ്, അതായത് ഈ പോയിന്റ് 5-നെ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കുറെ കൂടെ ഈസി ആയിരിക്കും. ആ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ഇവിടെ ഉള്ള ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യുന്ന 5 എന്ന് പറയുന്ന 5 1 ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഇതുണ്ടല്ലോ, ഈ ഒരു പെർട്ടിക്കുലർ ലൈന് നമ്മൾ ആദ്യമേ അങ്ങ് ഫിക്സ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആദ്യമേ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് തോന്നില്ല, ആ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പം അതിനു വേണ്ടിയാണ് ഈ ബേസ് ഇൻക്ലൈൻഡ് ആക്കി വരയ്ക്കുന്നത്. അല്ലെങ്കിൽ ആക്സിസ് 30 ഡിഗ്രിക്ക് ആദ്യം വരച്ചു കഴിഞ്ഞാൽ ഈ 5 എന്നുള്ള പോയിന്റ് ഫിക്സ് ചെയ്യുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അതാണ് ആദ്യമേ ഇപ്പോൾ 5 എന്നുള്ള പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് ബേസിന് 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കിയത്. ക്വസ്റ്റനിൽ മാക്സിമം അവർ തരുന്നത് ആക്സിസ് എന്ന് തന്നെ ആയിരിക്കും. ചില കേസിൽ ബേസ് ഇൻക്ലൈൻഡ് എന്ന് തരാം, അത് നിങ്ങൾ ക്വസ്റ്റൻ വായിക്കണം. ഇവിടെ ആക്സിസ് ഇൻക്ലൈൻഡ് ഞാൻ തന്നിട്ടുള്ളത്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആക്സിസ് 30 ഡിഗ്രി, അപ്പോൾ തീർച്ചയായിട്ടും ബേസ് വിൽ ബി 90 - 30, ദാറ്റ് വിൽ ബി 60. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ശരി, നമുക്ക് ഇതിനൊന്ന് ക്ലോസ് ചെയ്യാം. ഈ ഫിഗറിന് അതിൻ്റെ ടോപ്പ് ഫേസും കൂടെ വരയ്ക്കാനുണ്ട്. ബാക്കിയുള്ള ലൈൻസ്, അതായത് ഹിഡൻ ആയിട്ടുള്ള ലൈൻസും കൂടെ നമുക്കിപ്പോൾ വരയ്ക്കാനുണ്ട്. ആ ഹിഡൻ ലൈൻസും കൂടെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഹിഡൻ ലൈൻസ് നമുക്കിപ്പോൾ വരയ്ക്കാം. അതേപോലെ തന്നെ ചെയ്തു. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ എത്രയാണ്, ഇവിടെ 60 ആണെങ്കിൽ അത് തന്നെയാണ് ഇവിടെ. ഒറ്റ വ്യത്യാസം, ഈ ആക്സിസ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ആക്സിസ്. ഇതിനാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്. ആക്സിസ് മാത്രമേ ഇപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടുണ്ട് 30 ഡിഗ്രി. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇവിടെ ഓക്കെയാണ്. പിന്നെ നമുക്ക് ആ ബേസിനെ കൂടെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. അതായത് 60ക്ക് വെച്ചിട്ട് ഇവിടെ ഇതും കൂടെ 60 mm മെഷർ ചെയ്ത് 60 ഡിഗ്രിയിൽ വെച്ചിട്ട് 60 mm ഹൈറ്റ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യണം. എന്നിട്ട് വേണം ഇതിനെ ക്ലോസ് ചെയ്യാൻ. അതായത് നമ്മുടെ ഈ ഹൈറ്റ് ഇത് എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ 60 ആയിരിക്കും. ഈ 1 ഡാഷ് തൊട്ട് ഇവിടെ എന്താണ് നമ്മളിവിടെ പറയും A1 ഡാഷ് എന്ന് പറയും. ഈ പോയിന്റ്, ദിസ് പോയിന്റ് വിൽ ബി B1 ഡാഷ് ബ്രാക്കറ്റിൽ H1 ഡാഷ്. അടുത്ത് ഇവിടെ നമുക്ക് C1 ഡാഷ് എന്ന് പറയാം, ബ്രാക്കറ്റിൽ G1 ഡാഷ്. വേറൊരു കളറിൽ ചെയ്യാം, ഇപ്പോൾ കുറെ കൂടെ മനസ്സിലാവും. ഇവിടെ നമുക്ക് പറയാം A1 ഡാഷ്, ഇവിടെ B1 ഡാഷ് ബ്രാക്കറ്റിൽ H1 ഡാഷ്. അടുത്ത് C1 ഡാഷ്, കറക്റ്റ് സെൻറ്ററിൽ നോക്കിയാൽ മതി. C1 ഡാഷ് ബ്രാക്കറ്റിൽ G1 ഡാഷ്. അടുത്ത് D1 ഡാഷ് ആണ് ഇവിടെ, ബ്രാക്കറ്റിൽ F1 ഡാഷ്. ലാസ്റ്റ്
ഈ പോയിന്റ് E1 ഡാഷ്. ഓക്കെ, സോ ഇതാണ് നമ്മളിപ്പോൾ വരച്ചത്. ഒരു 5 മിനിറ്റ്സും കൂടെ ഇപ്പം വൈൻഡപ്പ് ചെയ്യാം. ഒരു ഇതിന്റെ പ്രൊജക്ഷൻ കൂടെ വരച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇത്രേ ഉള്ളൂ. നമ്മൾ ആസ് യൂഷ്വൽ ഈ ഒരു റെക്ടാംഗിൾ വരയ്ക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇത് എത്ര ആയിരിക്കും? ഈ ലെങ്ത് 1-A-60 ആയിരിക്കും. അപ്പൊ ബാക്കി എല്ലാം അതേപോലെ എന്താണ്? ഇതിന്റെ ലെങ്ത് എല്ലാം 60 തന്നെയാണ്. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഫിഗറിനെ ജസ്റ്റ് ഒന്ന് ഇൻക്ലൈൻഡ് ആക്കി വരച്ചു, അത്രേ മാത്രമേ ഇവിടെ ചെയ്തുള്ളൂ. നമുക്ക് അതിന് പ്രൊജക്ഷൻസ് വരയ്ക്കാം. പ്രൊജക്ഷൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്? പ്രൊജക്ഷൻ വരയ്ക്കുന്ന നമുക്കറിയാം, സ്കെയില് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിട്ട്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് വെർട്ടിക്കൽ ആയിട്ട് വെച്ചിട്ട് വിൽ ഡ്രോ ലൈൻസ്. അതിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കും. 2H പെൻസിൽ എടുത്തിട്ട് എല്ലാ പോയിന്റിൽ നിന്നും 1ൽ നിന്നും അടുത്ത്, അതായത് 2-1 ഡാഷ് എല്ലാ പോയിന്റിൽ നിന്നും നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് ലൈൻസ് വരയ്ക്കും. അടുത്ത് നെക്സ്റ്റ്. ഓക്കെ, അതേപോലെ ഇവിടെ വന്നു. ഇവിടെ നിന്ന് നമുക്ക് വരയ്ക്കാം. എല്ലാ പോയിന്റിൽ നിന്നും നമുക്ക് ലൈൻസ് വരയ്ക്കാം, താഴോട്ട് വരയ്ക്കാം. ഒന്ന് B1 ഡാഷിൽ നിന്നും അടുത്ത് C1 ഡാഷ്, നെക്സ്റ്റ് D1 ഡാഷ് ആൻഡ് E1 ഡാഷ്. എല്ലാ പോയിന്റിൽ നിന്നും നമ്മളിപ്പോൾ എന്ത് വരച്ചു? പ്രൊജക്ഷൻ ലൈൻസ് വരച്ചു. ഇനി അടുത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഇനിഷ്യൽ കേസിന്റെ ടോപ്പ് വ്യൂവിൽ നിന്ന് നമുക്ക് ഈ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാം. ഇനിഷ്യൽ കേസ് എന്ന് പറയുമ്പോൾ ഇതാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് വരയ്ക്കാം. ആദ്യം നമുക്ക് മിഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഇവിടെ നിന്നൊരു പ്രൊജക്ഷൻ ലൈൻ നമുക്ക് വരച്ചു തുടങ്ങാം. 2H പെൻസിൽ വെച്ച് തന്നെ വരച്ചാൽ മതി. നേരെ വരയ്ക്കണം. നേരെ വരച്ചിട്ട് നമുക്കിപ്പോൾ നെയിമിങ് കൊടുക്കാം. ഓരോന്നിനും നെയിം കൊടുത്തു പോകാം ഇപ്പം തന്നെ. ഫസ്റ്റ് നമുക്ക് ഇതെന്താണ്? 1 ആണ്. 1ൽ നിന്നും 1-1 ഡാഷിൽ നിന്നും വരയ്ക്കുന്ന പോയിന്റ്. 1ൽ നിന്ന് വരച്ച പോയിന്റും 1-1 ഡാഷിൽ നിന്ന് വരച്ച് ഇവിടെ വന്നതിന് നമുക്ക് പോയിന്റ് 1-1 എന്ന് കൊടുക്കാം. അതേപോലെ അടുത്തെന്താണ്? ഇവിടെ 1ന്റെ പുറകിലായിട്ട് എന്തെങ്കിലും ഉണ്ടോ? 1ന്റെ പുറകിലായിട്ട് ഒന്നുമില്ല. ഇവിടെ അടുത്തുള്ളത് 5 ആണ്. സോ 5ൽ നിന്ന് പോകുന്ന ലൈനും ഇവിടെ വരുന്ന 5-1 ഡാഷിൽ നിന്ന് വരുന്ന ലൈൻ, 5ൽ നിന്ന് പോകുന്നതും 5-1 ഡാഷ്, ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് 5-1 എന്ന് കൊടുക്കും. ടോപ്പ് വ്യൂ ആയതുകൊണ്ട് 5-1 എന്ന് കൊടുക്കും. അതേപോലെ അടുത്ത് A ആൻഡ് E, എയും ഇയും ആണ്. അപ്പോൾ A എവിടെയാണ്? A ഇവിടെയാണ്. എയിൽ നിന്ന് പോകുന്ന ലൈനും അതേപോലെ A1 ഡാഷിൽ നിന്ന് വരുന്ന ലൈനും, ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് അവർ പോയിന്റ് A1. അതേപോലെ എയിൽ നിന്ന് പോകുന്ന അതേ ലൈനിൽ നമുക്ക് എന്തുണ്ട്? E ഉണ്ട്. അപ്പോൾ ഇവിടെ നേരെ നോക്കുമ്പം ഇയിൽ നിന്ന് പോകുന്ന ലൈനും E1 ഡാഷിൽ നിന്ന് വരുന്ന ലൈനും രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് വിൽ ബി E1. സോ അങ്ങനെ നമുക്ക് ബാക്കി എല്ലാ പോയിന്റ്സും നമുക്ക് അങ്ങനെ വരച്ച് പ്രൊജക്ട് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് 3-4 അതും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വരയ്ക്കുമ്പം 3യിൽ നിന്ന് പോകുന്ന ഇതേ ലൈന് 4 വഴി തന്നെ പാസ്സായി പോകണം, അല്ലെങ്കിൽ നിങ്ങൾ വരച്ചത് തെറ്റുന്നതാണ് അർത്ഥം. 3 2 ഇത് 2 അല്ലേ? ഇത് 2 ആണ്. നമ്മുടെ 2 എന്നുള്ള പോയിന്റ് ആണ്. അപ്പോൾ 2 എന്ന് പോകുന്ന ലൈന് 4 വഴി പാസ്സാണ്, അല്ലെങ്കിൽ നിങ്ങൾ വരച്ചാൽ എന്താ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അർത്ഥം. 2 എന്ന് പോകുന്ന ലൈനും ഇവിടെ നിന്ന് വരുന്ന 2-1 ഡാഷിൽ നിന്ന് വരുന്ന ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ 2-1. അതേപോലെ 2-ന് അപ്പുറത്തായിട്ടുള്ളത് 4 ആണ്. 4ൽ നിന്ന് പോകുന്ന ലൈനും ഇതാണ് നമ്മുടെ 4. ഇവിടെ ഉള്ള 4 ഇതായിരിക്കും. 4-1 ഡാഷിൽ നിന്ന് വരുന്നതും മീറ്റ് ചെയ്യുന്നത് ഇതാണ് 4-1. അതേപോലെ 2-നും 4-ന്റെയും പുറകിലായിട്ട് ബിയും ഡിയും ഉണ്ട്. അപ്പോൾ ബിയിൽ നിന്ന് പോകുന്ന ലൈനും B1 ഡാഷിൽ നിന്ന് വരുന്ന ലൈൻ, അത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ B1 എന്ന് വിളിക്കും. അതേപോലെ ഡിയിൽ നിന്ന് പോകുന്ന ലൈനും D1 ഡാഷിൽ നിന്ന് വരുന്ന ലൈൻ, ഇത് രണ്ടും മീറ്റ് ചെയ്യുന്നത് നമ്മൾ D1 എന്ന് വിളിക്കും. സിമിലർലി അടുത്ത് നമുക്ക് ബാക്കിയുള്ളത് താഴെ ഇതാണ്. 3 ആണുള്ളത്. ബാക്കി 3യിൽ നിന്ന് വരയ്ക്കാം. 3യിൽ നിന്ന് നമുക്ക് വരയ്ക്കാം. 3യിൽ നിന്ന് പോകുന്ന ലൈനും ഇവിടെ നിന്നുള്ള 3-1 ഡാഷിൽ നിന്ന് വരുന്ന ലൈനും ഇവിടെ മീറ്റ് ചെയ്യുന്നതിന് നമ്മൾ 3-1 എന്ന് വിളിച്ചു. അതേപോലെ ഇവിടെ എന്താണ്? 3ന്റെ പുറകുള്ള C ആണ്. അപ്പോൾ സിയിൽ നിന്ന് പോകുന്ന ലൈനും ഇവിടെ ഉള്ള C1 ഡാഷ്, രണ്ടിൽ നിന്ന് വരുന്നതിന് നമ്മൾ
C1 എന്ന് വിളിച്ചു. ഇതേപോലെ നമുക്കിനി മുകളിലും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതായത് 8 6 8ൽ നിന്ന് പോകുന്നതും 8ൽ നിന്ന് പോകുന്നല്ലേ 6 8 ഇതിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഇനി എളുപ്പമാണ്, ഇനി എളുപ്പം നമുക്ക് കിട്ടും. ഇതിനെ നമുക്ക് ഈ സൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 8ൽ നിന്ന് പോകുന്ന ലൈൻ അത് ഇവിടെ നിന്നുള്ള 81 ഡാഷ് എന്ന് വരുന്നത് നോക്കണം. 81 ഡാഷിൽ നിന്ന് വരുമ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 81. അതേപോലെ 6ൽ നിന്ന് പോകുന്ന ലൈൻ, 6ൽ നിന്ന് പോകുന്ന ലൈന് നമ്മുടെ 61 ഡാഷ് എവിടെയാണെന്ന് നോക്കണം. 4ന്റെ പുറകിലാണ് 61 ഡാഷ്. ഇത് കുറെ കൂടെ ക്ലിയർ ആയിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്, ഞാൻ എഴുതാം. 4ൽ നിന്ന് പോകുന്നതും 6ൽ നിന്ന് പോകുന്നതും ഇത് രണ്ടും മീറ്റ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മുടെ 4ൽ നിന്ന് പോകുന്ന ലൈൻ. ഇവിടെയാണ് 4. ഇതാണ് 4 അതിൻ്റെ പുറകിലാണ് 61. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇത് നമ്മുടെ 61 എന്ന് കിട്ടും. അതേപോലെ 8ന് അപ്പുറത്ത് H ഉണ്ട്. അപ്പോൾ Hൽ നിന്ന് പോകുന്ന ലൈൻ ഇവിടെ നിന്നുള്ള H1 ഡാഷ്. ഇത് H1 ഡാഷ് എന്ന് വരുമ്പോൾ ഇവിടെ നമുക്ക് H1 കിട്ടും. അടുത്ത് 6ന്റെ ഇതായിട്ട് F ആണുള്ളത്. Fൽ നിന്ന് പോകുന്ന ലൈൻ ഇവിടെ നിന്ന് D1ന്റെ പുറകിലാണ് F1. F എന്ന് പോകുന്ന ലൈന് ഇവിടെ നമുക്ക് F1 എന്ന് കിട്ടും. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് നമുക്കുള്ളത് 7 ആണ്. 7 and G ഇത് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഇത് നമുക്ക് വരയ്ക്കാം. ഇപ്പം അതിന് ജോയിൻ ചെയ്യാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് 7 ആയിരിക്കും. 7 എന്ന് പോകുന്ന ലൈനും ഇവിടെ നിന്ന് 7 എന്ന് വരുന്ന ലൈനും മീറ്റ് ചെയ്യുമ്പോൾ 7 1. അതേപോലെ 7 എന്ന് G എന്ന് പോകുന്ന ലൈൻ, അതേപോലെ ഇവിടുത്തെ G1 ഡാഷ് അവിടെ നിന്ന് വരുന്ന ലൈൻ രണ്ടും മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് G1 എന്ന് കിട്ടും. ഇപ്പം നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എലിപ്സ് ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പം എലിപ്സിന്റെ ഫോമിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആദ്യം പറയാം ഏതാണ് വിസിബിൾ. നമ്മൾ ഫ്രീ ഹാൻഡിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് വരയ്ക്കാം. ഈ ടോപ്പ് നമുക്ക് എന്താണ്, ടോപ്പ് വിസിബിൾ ആണ് അല്ലേ? നമുക്ക് ടോപ്പ് എപ്പോഴും വിസിബിൾ ആണല്ലോ, ഈ ടോപ്പ് സർക്കിൾ വിസിബിൾ ആണ്. അപ്പോൾ ടോപ്പ് നമുക്ക് എപ്പോഴും വിസിബിൾ ആണ്. ടോപ്പ് നമുക്ക് ഫുൾ ആയിട്ട് വരയ്ക്കാം. ഇതിനെ ജോയിൻ ചെയ്യും. ഈ കേർവ് നമുക്ക് സ്മൂത്ത് ആയിട്ട് ജോയിൻ ചെയ്യാം. കേർവ് ആയിട്ട് എലിപ്സ് പോലെ നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യാം. ഞാൻ ഇവിടെ വരയ്ക്കുമ്പോൾ എലിപ്സ് പോലെ വരണമെന്നില്ല, നമുക്കൊരു സ്മൂത്ത് എലിപ്സ് പോലെ ഇതിനെ ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ കുറെ കൂടെ നീറ്റ് ആയിട്ട് വരയ്ക്കാം. എനിക്കിവിടെ പെൻ അത്ര സ്മൂത്ത് അല്ല. കേർവ് വരയ്ക്കാൻ കുറച്ച് പാടാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് എല്ലാ പോയിന്റും ഒന്ന് കണക്ട് ചെയ്ത് വരച്ചാൽ മതി, നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് കിട്ടിക്കോളും. ഇത് കേർവ് പോലെ വരയ്ക്കാൻ പാടാണ് ഇവിടെ, എൻ്റെ പെന്ന് യൂസ് ചെയ്ത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ അങ്ങ് വരച്ചാൽ മതി. തീർച്ചയായിട്ടും ഒരു എലിപ്സിന്റെ ഫോമിൽ കിട്ടും നമുക്ക്. എന്തോ ഒരു ഫോമിൽ കിട്ടി, ഒരു എലിപ്സിന്റെ ഫോമിൽ നിങ്ങളങ്ങ് വരച്ചാൽ മതി. അത് എല്ലാ പോയിന്റ് കണക്ട് ചെയ്യുന്ന പോലത്തെ ഒരു എലിപ്സ് നിങ്ങളങ്ങ് വരച്ചാൽ മതി. ഏതെല്ലാ പോയിന്റും കണക്ട് ചെയ്യണം. ഞങ്ങൾ വരച്ചത് നോക്കണ്ട. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബേസിൽ ഏതാണ് വിസിബിൾ, 1 2 3 4 5 ഇത്രയും വിസിബിൾ ആണ് നമുക്ക്. അപ്പോൾ പക്ഷേ എവിടെ നിന്നാണ് വിസിബിൾ? ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് 1 2 3 4 5 വിസിബിൾ. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ, നിങ്ങളിപ്പോൾ മുകളിൽ നിന്ന് നോക്കുകയാണ്, മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഏതെന്ന് വെച്ചാൽ ഇത്രയായിരിക്കും. 1 ഇത്രയും 1 2 3 8 7 1 2 3 ഇത്രയായിരിക്കും. ഈ പാതയായിരിക്കും മുകളിൽ നിന്ന് നോക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ളത്. 8 7 1 2 3 മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വിസിബിൾ ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഹിഡൻ ആയിരിക്കും മുകളിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പം നമുക്ക് ഇതിന് ഡോട്ടർ ലൈനിൽ വരയ്ക്കാം. ഇനി എന്താണെന്ന് വെച്ചാൽ വി ക്യാൻ ജോയിൻ, അതിന്റെ രണ്ട് എൻഡ് ജനറേറ്റേഴ്സിന് നമുക്ക് ജോയിൻ ചെയ്യാം. ഇതിനാണ് നമ്മൾ എൻഡ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. 7G അതേപോലെ ഇതിനെ നമുക്ക് ജോയിൻ ചെയ്യാം. ഈ രണ്ട് ഇതിനെ നമുക്ക് ജോയിൻ ചെയ്യാം. ഇതാണ് എൻഡ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. സോ നമുക്കിനി തീർന്നിട്ടില്ല. സിലിണ്ടർ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്കിനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ട് ഈ പ്രോബ്ലത്തിൽ. സോ നമുക്ക് അടുത്ത ക്ലാസ്, നാളെ ഉള്ള ക്ലാസ്സുകളിൽ നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്യാം. തേർഡ് കണ്ടീഷൻ നമുക്ക് അറിയാമല്ലോ. ഇപ്പൊ ആക്സിസ് HP-ക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കണ്ടീഷൻ മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ. അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇതേ ആക്സിസ്
വി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ. അത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ സമയമില്ല, എന്തായാലും നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം, അറ്റൻഡൻസ് ഒന്ന് നോക്കട്ടെ. 30 ഡിഗ്രിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളൊരു ചെറിയൊരു കൺസിഡറേഷൻ എടുക്കും. സോ നമുക്കത് നോക്കാം, എങ്ങനെയാണ് ഇപ്പോൾ ബാലൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ കുറച്ച് സ്പേസ് വേണ്ടി വരും എക്സ്ട്രാ. സോ നമ്മൾ ആദ്യത്തെ ഇതിലോട്ട് കിടക്കുകയാണ്. ഈ പ്രോബ്ലത്തിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാണ്. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നോക്കിക്കോളുക. പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ കണ്ടീഷൻ, ഈ ഒരു പെർട്ടിക്കുലർ സിലിണ്ടറിന്റെ ആക്സിസ് എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞു. ആദ്യം ബേസ് റെസ്റ്റ് ചെയ്ത പോലെ വരച്ചു, ഇന്നലെ വരച്ചാണ് ഇത് രണ്ടും. ബേസ് റെസ്റ്റ് ചെയ്യുന്ന പോലെ വരച്ചു, സിമ്പിൾ പൊസിഷൻ വരച്ചു. സിമ്പിൾ പൊസിഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തത് ആക്സിസ് ഇൻക്ലിനേഷൻ എന്ന കണ്ടീഷനാണ്. അതിന്റെയും പ്രൊജക്ഷൻ നമ്മൾ വരച്ചു. അടുത്ത കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇതേ ആക്സിസ് എച്ച് പിക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഇതേ ആക്സിസ് ഇസ് നൗ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി ടു വി പി. നിങ്ങളിവിടെ നോക്കിയാൽ മതി, എച്ച് പിക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരുന്ന അതേ ആക്സിസ് ഇപ്പൊ എവിടെയും ഇൻക്ലൈൻഡ് ആണ്, വി പിക്കും ഇൻക്ലൈൻഡ് ആണ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി. ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. നമ്മളിപ്പോൾ അതാണ് വരയ്ക്കാൻ പോകുന്നത്. സോ മൂന്നാമത്തെ വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് സ്കെയിൽ എടുത്തിട്ട് നമുക്ക് 30 ഡിഗ്രി പ്രൊട്രാക്റ്റിൽ നിങ്ങൾ 30 ഡിഗ്രി ഫിക്സ് ചെയ്യുക. 30 ഡിഗ്രി ഫിക്സ് ചെയ്തിട്ട് ഞാൻ ഡ്രോ ലൈൻ. ഒരു ലൈൻ നമുക്ക് കുറച്ചൊന്ന് നീട്ടി വരയ്ക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 30 ഡിഗ്രി ലൈൻ ഒന്ന് വരയ്ക്കാം. ഓക്കെ, സോ 30 ഡിഗ്രി ലൈൻ വരച്ചു. ഈ ലൈനിന്റെ ആംഗിൾ 30 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡാർക്കായിട്ട് മാർക്ക് ചെയ്യാം. പക്ഷേ ഈ ലൈനിന്റെ അതിന്റെ തിക്നെസ് നിങ്ങൾ വരയ്ക്കുമ്പം ലൈനിന്റെ തിക്നെസ് മാക്സിമം ഒരു 2H പെൻസിൽ വെച്ച് വരച്ചാൽ മതി. സോ ഇത് നമുക്ക് കുറച്ച് ഡാർക്കായിട്ട് തന്നെ എഴുതാം. 30 ഡിഗ്രി ആണെന്ന് നമുക്ക് കാണിക്കണം ഈ ആംഗിളിന്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഡാർക്കായിട്ട് തന്നെ എഴുതിക്കോളാം. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഇതല്ലേ നമ്മുടെ ആക്സിസ്. ഇപ്പൊ ഇവിടുത്തെ ആക്സിസ് ഏതാണ്? ആക്സിസ് എന്ന് പറയുമ്പോൾ നമുക്ക് 31 C1 31-C1 ഇതല്ലേ നമ്മുടെ ആക്സിസ്. ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. 31-C1 മെഷർ ചെയ്യുക. അല്ലെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ്. 31-C1 അല്ലെങ്കിൽ 3-C- ഓർ 3-C'. അത് എത്രയായിരിക്കും? 60 mm ആയിരിക്കും. നമുക്ക് ആദ്യം ഇനിഷ്യലായിട്ട് തന്നിട്ടുള്ള ഹൈറ്റ്, ഈ ഹൈറ്റ് മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവിടെ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം. ലെറ്റ് us മാർക്ക് പോയിന്റ്. ഇത് പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാന്ന് വെച്ചാൽ പോയിന്റ് 3 ഇവിടെ മാർക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ പോയിന്റ് 3' എന്നുള്ളൊരു പോയിന്റ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, 31 ടോപ്പ് വ്യൂ അല്ലേ. ഇപ്പൊ 31 നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. 31. എന്നിട്ട് നമുക്കിവിടെ ഇതേ ഡിസ്റ്റൻസ് 31 മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് 31 C1 എന്നുള്ള അതേ ഡിസ്റ്റൻസ് 60 നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. 31 C1. പക്ഷെ ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്താണെന്ന് നോക്കിക്കൊള്ളുക. ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ 3 എവിടെയാണ് ഇരിക്കുന്നത്? ടോപ്പ് ചെയ്ത് നോക്കണം. നമ്മൾ ഈ ആക്സിസ് ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ ഇഷ്യൂ ഒന്നുമില്ല. 31 C1 ഇത് മാർക്ക് ചെയ്തു. 31-C1 ഇതേ ഡിസ്റ്റൻസ് 60 എടുത്തിട്ട് നമ്മളിത് എവിടെ മാർക്ക് ചെയ്തു. അതിൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ടോപ്പ് വ്യൂയിലോട്ടൊന്ന് നോക്കുക. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. സെക്കൻഡ് കണ്ടീഷനിലുള്ള ടോപ്പ് വ്യൂ ഇതാണ്. ഇവിടെ നോക്കുമ്പോൾ 3 എവിടെയാണ് ഇരിക്കുന്നത്? 3C എന്താ ഇവിടെ ആണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 3C എന്ന് പറയുന്ന പോയിന്റ് ഇപ്പൊ ഇരിക്കുന്നത് എവിടെയെന്ന് നോക്കുക. ഈ ഒരു പെർട്ടിക്കുലർ താഴെയാണ്. ഈ ജനറേറ്റർ ആണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇവിടെ? ഇറ്റ്സ് എ ജനറേറ്റർ. നമ്മൾ ഇതിനെ പറയുന്നത് ജനറേറ്റർ എന്നാണ്. ഈ 31C1 എന്ന് പറയുന്ന
ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ഈ ലൈനിന് നമ്മൾ പറയുന്നത് ജനറേറ്റർ ആണ്. ഇവിടെ എന്താണ് കണ്ടീഷൻ? ആക്സിസ് ആയിരിക്കണം ഇവിടെ ഇൻക്ലൈൻഡ്. അപ്പൊ നമുക്ക് ഈ നെയിം 31C1 എന്നുള്ള നെയിം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. 31C1 എന്നുള്ള നെയിം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ജനറേറ്റർ ആണ്. അപ്പൊ നമ്മുടെ ആക്സിസ് എപ്പോഴും എവിടെ ആയിരിക്കും? ആക്സിസ് വിൽ ഓൾവേസ് പാസ് ത്രൂ ദ സെന്റർ. നമ്മുടെ ഈ സെന്റർ വഴിയായിരിക്കണം എപ്പോഴും ആക്സിസ് പാസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എപ്പോഴും എങ്ങനെയായിരിക്കണം ആക്സിസ് ഇരിക്കേണ്ട? സെന്റർ വഴിയായിരിക്കും പാസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ ടോപ്പ് വ്യൂ നോക്കിക്കോളൂ. ഈ ടോപ്പ് വ്യൂവിൽ നിങ്ങൾ നോക്കുമ്പം ഈ സെന്റർ വഴി പാസ് ആവുന്നതായിരിക്കും ആക്സിസ്. സെന്റർ ടു സെന്റർ അതായിരിക്കും ആക്സിസ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഇതായിരിക്കും ആക്സിസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് പുതിയ പേരെന്തെങ്കിലും കൊടുക്കേണ്ടി വരും. കാരണം നമുക്കിത് ഇവിടെ നോക്കുമ്പോൾ 3 ആണ്, 3 തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ C1 3C1 എന്ന് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്താണ് പ്രശ്നം? ഇത് ജനറേറ്റർ ആണ്. നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ 3C വിൽ ഫോം എ ജനറേറ്റർ. അപ്പൊ അത് നമുക്ക് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് 3 നമുക്ക് ഇവിടെ ഒരു പുതിയ പേര് കൊടുക്കാം. വിൽ നെയിം ഇറ്റ് ആസ് P. ഇൻസ്റ്റെഡ് ഓഫ് 3 ആ സ്ഥലത്ത് ആക്സിസിന് നമ്മൾ കൊടുക്കുന്ന പേരാണ്. അപ്പൊ സിയുടെ അടുത്തായിട്ട് ഇത് തന്നെയാണ് ആക്സിസ്, നമ്മളിവിടെ നെയിം കൊടുക്കുന്നു O. ദാറ്റ് ഇസ് P ഡാഷ് ലെറ്റ് ഇറ്റ് ബി P1 ഡാഷ് O1 ഡാഷ് എന്നിരുന്നോട്ടെ. പേര് അങ്ങനെ ഇരുന്നോട്ടെ, P1 ഡാഷ് O1 ഡാഷ് എന്ന്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും ദിസ് വിൽ ബി P1, ദിസ് വിൽ ബി O1 അല്ലേ? ഇത് P1, ഇത് O1 എന്നാണ് നമ്മൾ ഇതിന് എഴുതുന്നത്. P1 ഡാഷ് O1 ഡാഷ് ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഇത് P1 O1 ഇസ് അവർ ടോപ്പ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ എഴുതേണ്ടത് P1 O1 എന്നായിരിക്കും എഴുതേണ്ടത്. സോ ദിസ് ഇസ് ഈക്വൽ ടു P1 ഡാഷ് O1 ഡാഷ്. അപ്പൊ നമ്മുടെ ആക്സിസ് എന്ന് വെച്ചാൽ P1 O1 ഡാഷ് ആണ്. പക്ഷെ അവിടെ ഇരിക്കുന്നത് 31 and C1 അത് അവിടെ ആ സ്ഥലത്ത് തന്നെയാണ്. ആക്സിസ് എവിടെയാണോ അവിടെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ടോപ്പിൽ നോക്കുമ്പോൾ ദാറ്റ് ഇസ് ആക്ച്വലി എ ജനറേറ്റ്. നമ്മൾ അതിനെ ആക്സിസ് എടുക്കാൻ പറ്റില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് 31 ഡാഷ് C1 ഡാഷ് സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്, 60 തന്നെയാണ് ഡിസ്റ്റൻസ്. അപ്പൊ ആ ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. നമുക്ക് അടുത്ത വ്യൂ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ P2 എന്ന് കൊടുക്കാം അല്ലേ? P2 O2 എന്ന് കൊടുക്കാം. സെയിം 60 mm തന്നെയാണ്. ഇതേ ഡിസ്റ്റൻസ് എടുത്ത് നമ്മളിവിടെ വരയ്ക്കുന്നു. ഇവിടെ P1 ഉം O1 ഒക്കെ നേരത്തെ ഉള്ളതുകൊണ്ട് നമ്മൾ മൂന്നാമത്തേതിന് P2 O2 എന്ന് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. നിങ്ങൾ P1 O1 എന്ന് കൊടുത്താലും അല്ലെങ്കിൽ PO എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 3 ഫിഗറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് P1 O1 P2 O2 എന്ന് അങ്ങനെ കൊടുക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കും. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ. നമ്മുടെ ഈ ആക്സിസ്, ഈ ഒറിജിനൽ ആക്സിസ് ഇസ് നൗ ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു VP. ആക്സിസിന്റെ പേര് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, പേര് മാറ്റി കൊടുത്തു. കാരണം എന്താണെന്ന് അറിയാം, ഇവിടെ ആക്സിസ് 3Cയിലാണ് ആക്സിസ് നമ്മൾ കണ്ടത്. പക്ഷെ ശരിക്കും എവിടെയാണ് വരുന്നത്? ഇതാണ് ഇങ്ങനെയായിട്ടിരിക്കുന്നത്. 3യും Cയും 3C ഓർ 3 ഡാഷ് C ഡാഷ് ഇങ്ങനെയായിട്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ പുറകിലായിട്ട് എന്തുണ്ട്? അതിന്റെ പുറകിലായിട്ട് 7 ഡാഷും ഉണ്ട്, അതേപോലെ G ഡാഷും ഉണ്ട്, G1 ഡാഷ് അതുമുണ്ട്. അപ്പം ഇത് എന്താണ്? ഇത് രണ്ടും വിൽ ഫോം എ സർക്കിൾ. ഈ ഒരു സർക്കിളിന്റെ 2 എൻഡ് ആണിത്, 3യും C. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 7 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ഈ മറഞ്ഞിരിക്കുന്ന G ആയിരിക്കും ഇവിടെ. സിയുടെ അപ്പുറത്തത് സിയുടെ എല്ലാം മറഞ്ഞിരിക്കുന്ന G. അപ്പൊ ഇത് രണ്ടിന്റെയും നടുക്കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്ന ഈ ആക്സിസ് പോകുന്നത്. അപ്പൊ ഈ പോകുന്ന ആക്സിസ് 3ക്കും 7നും 3ക്കും 7നും നടുക്കൂടെ പോകുന്ന ആക്സിസിനാണ് ഞാൻ ഇപ്പൊ പേര് കൊടുത്തത് PO എന്ന്. ഓക്കെ, അത് മനസ്സിലായിക്കോളുക. സോ ദീസ് ആർ നോൺ ആസ് ജനറേറ്റേഴ്സ്. ഇതിനെ നമ്മൾ ആക്സിസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു P ആൻഡ് O ഇങ്ങനെ ഒരു നെയിം ഞാൻ പുതിയതായിട്ട് കൊണ്ടുവന്നത്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. P ആൻഡ് O കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ അതേ P2 O2 ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നമുണ്ട്. ഈ ശരിക്കും പറഞ്ഞ ഈ ആക്സിസ് എവിടെയാണുള്ളത്? ശരിക്കും പറയുകയാണെങ്കിൽ ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ആക്സിസ് ശരിക്കും എവിടെയാണ് ഇരിക്കുന്നത്? ഫ്രണ്ട് വ്യൂവിലാണ് ഇതിന്റെ ഒറിജിനൽ ലെങ്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. 60 mm എന്ന് നമ്മൾ എടുത്ത ഒറിജിനൽ ലെങ്ത് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഫ്രണ്ട് വ്യൂവിലാണ് കാണാൻ പറ്റുന്നത്. ടോപ്പ് വ്യൂവിൽ എത്തുമ്പോൾ എന്താവുമെന്ന് വെച്ചാൽ ഈ 60 mm എന്ന് പറയുന്ന ലെങ്ത് റെഡ്യൂസ് ആവും. ഇത് 60 കാണില്ല. നിങ്ങളൊന്ന് വരച്ചിട്ട് മെഷർ ചെയ്ത് നോക്കിയാൽ ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ P1 O1 എന്ന് പറയുന്ന ലെങ്ത്, ഈ ലെങ്ത് ഉണ്ടല്ലോ P1 O1 എന്ന് പറയുന്ന ഈ ലെങ്ത്, ഇത് എന്താവും വെച്ചാൽ 60 കാണില്ല. ഒറിജിനൽ ആക്സിസിന്റെ ലെങ്ത്തിനെക്കാട്ടിലും
കുറഞ്ഞ ലെങ്ത് ആയിരിക്കും. ദിസ് വിൽ ബി ആക്ച്വലി എ റെഡ്യൂസ്ഡ് ലെങ്ത്. ഇവിടുത്തെ ഒറിജിനൽ ആക്സിസിന്റെ 60 എന്ന ലെങ്തിനെക്കാട്ടിലും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലെങ്ത് ആയിരിക്കും ഇത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വേറൊരു കൺസിഡറേഷൻ നമ്മൾ ചെയ്യും. ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കും, പെർപെൻഡിക്കുലർ ആയിട്ട്. ഇവിടെ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. നമ്മൾ അതിനെ ലോക്കസ് എന്ന് വിളിക്കും. നിങ്ങൾക്കറിയാം പോയിന്റിന്റെ ലോക്കസ് എന്ന് നമുക്ക് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. സോ നമുക്ക് ഡോട്ടർ ലൈനായിട്ട് വരച്ചാലും മതി. ഡോട്ടർ ലൈനായിട്ട് വരച്ചാലും ഓക്കെയാണ്. ഓക്കെ, സോ നമ്മളൊരു ലൈൻ ദാ ഇങ്ങോട്ട് വരയ്ക്കും. ശ്രദ്ധിച്ചോണം ഈ കാര്യം, ഇത് മറക്കരുത്. ഇവിടെ നമ്മൾ ആ ലോക്കസ് ഇങ്ങോട്ട് വരയ്ക്കും. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ദിസ് ഇസ് ആക്ച്വലി ലോക്കസ്. ഈ ഒരു ലൈനിന് പറയുന്ന പേരാണ് ലോക്കസ്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ കണ്ട പോലെ ലോക്കസ് എന്ന് വയ്ക്കാം. ലോക്കസ് ഓഫ് ഒ. ഒ എന്ന് പറയുന്ന പോയിന്റിന്റെ ലോക്കസ്. അതായത് ഈ ഒ എന്ന് പറയുന്ന പോയിന്റിന് എവിടെയൊക്കെ പോയാലും ഈ പെർട്ടിക്കുലർ പോയിന്റ് ട്രേസ് ചെയ്യുന്ന പാത്ത് ഇസ് ആക്ച്വലി നോൺ ആസ് ലോക്കസ്. ലോക്കസ് ഓഫ് O2. നിങ്ങൾ എഴുതിയൊന്നും വേണ്ട, ഇങ്ങനത്തെ ലൈൻ വരച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ P1 O1 എന്ന് പറയുന്ന ലെങ്ത്, ഇപ്പൊ അത് കോമ്പസ് വെച്ച് മെഷർ ചെയ്യണം. മെഷർ ദിസ് P1 O1. ഈ ലെങ്ത് മെഷർ ചെയ്തിട്ട് നമുക്കിതിനെ എന്ത് വിളിക്കാം? ഇതിന് നമുക്കൊരു O2 ഡാഷ് എന്ന് കൊടുക്കാം അല്ലേ? ജസ്റ്റ് O2 ഡാഷ് എന്ന് കൊടുക്കാം. P2 O2 ഡാഷ് എന്നുള്ള ലെങ്ത് ഇരിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ മെഷർ ചെയ്തത് ഈ ഒരു ലെങ്ത് ഇവിടെ മെഷർ ചെയ്യണം. P1 O1 എന്നുള്ള ലെങ്ത് ഇവിടെ മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യണം. ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ആർക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന പോയിന്റിനാണ് ഇസ് അവർ ഒറിജിനൽ O2. അതായത് P1 O1 ഈ ലെങ്ത് മെഷർ ചെയ്യണം നിങ്ങൾ. തീർച്ചയായിട്ടും ഈ ലെങ്ത് മെഷർ ചെയ്തിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്ത് വരയ്ക്കണം. സോ ദിസ് ഇസ് അവർ ഒറിജിനൽ ആക്സിസ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ആക്സിസ് ഇൻ ടോപ്പ് വ്യൂ. മറ്റേ ഇത് നേരത്തെ നമ്മൾ വരച്ചത് ഇസ് ആക്ച്വലി ട്രൂ ലെങ്ത്. പക്ഷേ തീർച്ചയായിട്ടും എന്താവും, നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കുമ്പം അവിടെ ലെങ്ത് റെഡ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്, 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നൗ ജോയിൻ ദീസ് ലൈൻസ്. ഇത് ആക്സിസ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. ഒരു വലിയ ലൈൻ, ചെറിയ ലൈൻ, വലിയ ലൈൻ, ചെറിയ ലൈൻ, ലൈക്ക് വൈസ് ഇതേപോലെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു പുതിയ ആംഗിൾ കിട്ടും. ഇവിടെ ഒരു പുതിയ ആംഗിൾ കിട്ടും, ബീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ. സോ ബീറ്റ ഇസ് ആക്ച്വലി യുവർ അപ്പാരന്റ് ആംഗിൾ എന്ന് പറയും. ഈ പ്രോബ്ലത്തിന് ദാറ്റ് ഇസ് ആക്ച്വലി ഈക്വൽ ടു 36 ഡിഗ്രി എന്ന് കിട്ടും. അതായത് മൊത്തം ഈ 30 ഡിഗ്രിയിൽ നിന്നും പിന്നെ ഒരു 6 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ടോപ്പ് വ്യൂവിന്റെ ആക്സിസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. സോ ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇത് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു മെത്തേഡ് ഓർത്ത് വെച്ചേക്കുക. തീർച്ചയായിട്ടും നമ്മൾ മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്കിതിനെ വരയ്ക്കാം. ബാക്കി പോയിന്റ്സ് ഒക്കെ നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ നമുക്ക് ബോക്സ് മെത്തേഡ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ബോക്സ് മെത്തേഡ് ഈ എലിപ്സിന് എടുത്ത് ഇവിടെ റീഡ്രോ ചെയ്യണം, അത്രേ ഉള്ളൂ. ഈ സെന്റർ പി എന്ന് പറയുന്ന പോയിന്റ് സെന്റർ ആക്കി വെച്ചിട്ട് വി ക്യാൻ ഡ്രോ ദ എലിപ്സ്. ഇവിടെയും ഒരു എലിപ്സ് നമുക്കിത് എങ്ങനെ വരയ്ക്കാം? ഈ എലിപ്സ് ഉണ്ടല്ലോ, ഈ എലിപ്സും അതേപോലെ ഇത് സെന്റർ ആക്കി വെച്ചിട്ട് ഈ എലിപ്സ് ABCD ഈ എലിപ്സ് നമ്മൾ ഇവിടെ വരയ്ക്കാം. സോ അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അതാണ്. സോ ഇതാണ് നമ്മളിതാ ഒന്നുമില്ല, നമ്മളിതാ ഈ സിലിണ്ടറിനെ റീഡ്രോ ചെയ്യാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ഈ സിലിണ്ടറിനെ നമ്മൾ ഇവിടെ കൊണ്ട് റീഡ്രോ ചെയ്യുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഈ എലിപ്സ് ഇത്രയും നമുക്ക് ഇവിടെ എടുത്ത് വരയ്ക്കാം. അതാണ് അടുത്ത സ്റ്റെപ്പ്. എലിപ്സും ഈ എലിപ്സ് ഫസ്റ്റ് എലിപ്സ് 1 2 3 4 5 6 എന്ന് പറയുന്ന ഈ എലിപ്സും ABCDEFGH എന്ന് പറയുന്ന ഈ എലിപ്സിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വരയ്ക്കും. ഓക്കെ, സോ അതിപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്കത് ചെയ്യാം. വി ആർ ഗോയിങ് ടു യൂസ് ബോക്സ് മെത്തേഡ്. ബോക്സ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന മെത്തേഡ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം ഞാൻ 4 കോർണറിനും പേര് കൊടുക്കുകയാണ്. ഈ 4 കോർണറിനും ഞാൻ കുറച്ച് പേര് കൊടുക്കുന്നു. അല്ല ബി PQRS എന്ന് പേര് കൊടുക്കുന്നു. അതേപോലെ ഇവിടെ 4 എൻഡിനെ നമുക്ക് പേര് കൊടുക്കാം. ഈ 4 കോർണറിന് നമുക്ക് പേര് കൊടുക്കാം. UV ഇത് ഇവിടെ കൊടുക്കാം. WX. ഓക്കെ, അപ്പൊ ഈ P സെന്റർ ആക്കി വെച്ചിട്ട് നമുക്കിപ്പം എന്ത് ചെയ്യാം? ഈ ബോക്സ് എന്ന് വരയ്ക്കാം.
ബോക്സ് വരയ്ക്കണമെന്നില്ല, ബോക്സ് വരയ്ക്കാതെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എന്താ ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവാണ്. നമ്മളിപ്പം സ്ക്വയർ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇതിന് നേരെ വെക്കണം. ഈ ലൈൻ ഇതിന് നേരെ വെക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ 36 ഡിഗ്രി ആണ്. കറക്റ്റ് ആൻസർ 36 ആണ്. ഞാൻ വരച്ചത് പ്രോപ്പറായിട്ട് വരയ്ക്കാത്തതുകൊണ്ട് എനിക്ക് 48 കിട്ടിയാണ്. ഞാൻ കോമ്പസ് ഒന്നും എടുക്കാത്തതുകൊണ്ട് എനിക്ക് 48 കിട്ടിയാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ 36 ആയിരിക്കും. ഓക്കെ, ഈ ആംഗിൾ 36 ആയിരിക്കും തീർച്ചയായിട്ടും, ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, എനിവേ ഈ ലൈനിന് നേരെ വെച്ച് ഞാനിപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവാണ്. P2നും O2നും ഞാനിപ്പോൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അത് എന്തിനാ വെച്ചാൽ ഈ ബോക്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെർപെൻഡിക്കുലേഴ്സ്, ഓർത്താൽ മതി. ഇപ്പോൾ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ വെച്ച് നമുക്ക് സ്കെയിൽ തന്നെ യൂസ് ചെയ്താൽ മതി. എന്താ ഇത് വെച്ചിട്ട് ഇതാ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതേപോലെ ഇവിടെ വെച്ചിട്ട് ഇതിന് നേരെയായിട്ട് ഈ ഒരു പോയിന്റ്. ഓക്കെ, സോ ഞാനിപ്പോൾ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തെ ലൈൻ വരയ്ക്കുകയാണ്. ഫസ്റ്റ് പി വഴി പാസ്സാവുന്ന പെർപെൻഡിക്കുലർ ഏതൊക്കെയാണ്? രണ്ട് എൻഡിൽ 3ഉം 7ഉം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഞാനത് ആദ്യം വരയ്ക്കുകയാണ്. പി വഴി പാസ്സാവുന്ന പെർപെൻഡിക്കുലേഴ്സ്. ഫസ്റ്റ് ഈ പെർപെൻഡിക്കുലറിൽ എന്തുണ്ട്? ഇവിടെ ഒരു എൻഡിൽ 3ഉം മറ്റേ എൻഡിൽ 7ഉം അല്ലേ? ഈ എൻഡിൽ മെഷർ ചെയ്യണം. പിയിൽ നിന്നും ഇത്രയും മെഷർ ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്താൽ എനിക്ക് കിട്ടും 3. 3 2 എന്ന് പേര് കൊടുക്കാം. അതേപോലെ പിയിൽ നിന്നും ഇങ്ങോട്ട് മാർക്ക് ചെയ്താൽ എനിക്ക് കിട്ടും 7. ഈ ലെങ്ത് പിയിൽ നിന്നും 7 കിട്ടും. അടുത്തിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ബോക്സ് വരച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ബോക്സ് കംപ്ലീറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് ദ സ്ക്വയർ. ഇനി ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിന് പാരലൽ ആയിട്ട് നമുക്ക് ഇവിടെ ലൈൻസ് വരയ്ക്കാം. ലൈൻസ് വരച്ചു. ഇവിടെ അതേപോലെ ഈ ലൈനിൽ P2 O2നും പാരലൽ ആയിട്ട് ഈ രണ്ട് എൻഡിൽ നിന്നും കുറച്ച് ലൈൻസ് വരച്ചു. ഓക്കെ, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിക്കൊള്ളുക. ഇതാണ് നമ്മുടെ ഈ ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ വേണ്ട ഇത്രയും കോംപ്ലക്സ് ആക്കണം. നമുക്കിപ്പോൾ സ്ക്വയർ വരയ്ക്കേണ്ട, അതിലും ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ചെയ്യാൻ പറ്റും. പ്രോബ്ലം എങ്ങനെയാന്ന് പറയാം. കുറെ എത്രയും സ്ക്വയർ വരച്ച് ടൈം വേസ്റ്റ് ചെയ്യണ്ട. നമുക്കിപ്പം ഏതൊക്കെ കിട്ടി? 3ഉം 7ഉം കിട്ടിയില്ലേ? 3ഉം 7ഉം നമുക്ക് കിട്ടി. 3ഉം കിട്ടി, 7ഉം കിട്ടി. അപ്പം അതിന് നേരെയായിട്ട് പിയിൽ നിന്നും നമുക്കൊരു ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം കുറച്ച്. ഇതാ ഇവിടെ അടുത്ത് ഏതാണുള്ളത്? 2ഉം 8ഉം ആണുള്ളത്. 2 8ഉം ആണുള്ളത്. അത് നമുക്ക് കുറെ കൂടെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ബോക്സ് വേണ്ട നമുക്കിപ്പം. അപ്പം അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പി എന്ന് പറയുന്ന ലൈനിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. പി എന്ന് പറയുന്ന ലൈനിനെ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുണ്ടല്ലോ ഈ P2 O2 എന്ന് പറയുന്ന ലൈനിന് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതായിരിക്കും കുറെ കൂടെ എളുപ്പം. നമുക്ക് ഇവിടെ ബോക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പം ഇതാണ്. പി എന്ന് പറയുന്ന ലൈനിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത്രയും ഡിസ്റ്റൻസ് പിയിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസ്, ഇതല്ലേ നമ്മുടെ അടുത്ത് വരയ്ക്കാൻ പോകുന്ന 2ഉം 8ഉം അല്ലേ? അടുത്ത് വരയ്ക്കാൻ പോകുന്ന 2 8ഉം ആണ്. 2 8ഉം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈന് അതിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും ഈ P2 എന്നുള്ള പോയിന്റിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ്, ഇതിനെ വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ PQRS ഒന്നും വേണ്ട നമുക്ക്. ഇതിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി Q. ഈ ഡിസ്റ്റൻസ് പിയിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ Q എന്ന് കൊടുത്തു. ആ Q ഇവിടെ മാർക്ക് ചെയ്തു. Q എന്ന് ജസ്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി Q എന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ
പാരലായിട്ട് ഈ ലൈനിന് പാരലായിട്ട് ക്യൂ വഴി ഒരു ലൈൻ വരയ്ക്കുക. ഇതിന് പാരലായിട്ട് ക്യൂ വഴി ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, നമുക്ക് വരയ്ക്കാൻ പറ്റി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ മെഷർ ചെയ്യണം. ക്യൂവിൽ നിന്നും 8 വരെയുള്ള ക്യൂവിൽ നിന്നും 8 വരെയുള്ള ഡിസ്റ്റൻസ്, ക്യൂവിൽ നിന്നും 2 വരെയുള്ള ഡിസ്റ്റൻസ്, ക്യൂവിൽ നിന്നും 8 വരെയുള്ള ഡിസ്റ്റൻസ്, അതേപോലെ ക്യൂവിൽ നിന്നും 8 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. 8 വിൽ ബി ലൈക്ക് ദിസ്, 8 2. അതേപോലെ ക്യൂവിൽ നിന്നും 2 വരെയുള്ള ഡിസ്റ്റൻസ്, ക്യൂ ടു 2, ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. സോ ദിസ് വിൽ ബി 2 എന്നുള്ള പോയിന്റ്. ഓക്കെ, അടുത്തെന്തുണ്ട് ബാക്കി? അടുത്തതായതുണ്ട് പിയിൽ നിന്ന് 1 വരെയുള്ള ഇത്രയും, പിയിൽ നിന്നും ലാസ്റ്റ് പോയിന്റ് 1 മാത്രമേ നമുക്ക് ഈ സൈഡിൽ ബാക്കിയുള്ളൂ. അതായത് പിയിൽ നിന്ന് 1 വരെയുള്ള ഡിസ്റ്റൻസ് പിയിൽ വെച്ചിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. P1 എന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് അതിവിടെ മാർക്ക് ചെയ്യുക. 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു പാതിയായി. ഈ പിയിൽ നിന്നും ഈ ഒരു ഹാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിന് താഴത്തെ ഹാഫും കൂടെ ഉണ്ട്. സെയിം പ്രൊസീജിയർ യൂസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് 6 എന്ന് പേര് കൊടുക്കാം. ഇതിന് 6 എന്ന് പേര് കൊടുക്കാം. ഈ പോയിന്റ് 6 എന്ന് പേര് കൊടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മെഷർ PR മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? പിയിൽ നിന്നും 6 മെഷർ ചെയ്ത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. സോ ഇത് 6 നമുക്ക് അറിയാൻ തക്കവണ്ണം ഇവിടെ 6 ഇട്ടാൽ മതി. അതായിരിക്കും എളുപ്പം നമുക്ക്. സോ പിയിൽ നിന്നും 6 നമ്മൾ ഇവിടെ ഇടുന്നു. സോ എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ വീണ്ടും ഇവിടെ കൊണ്ടുവച്ചിട്ട് ഈ 3 7 ഈ ലൈനിന് പാരലായിട്ട്, അല്ലെങ്കിൽ ഈ പി എന്ന് പോകുന്ന ഈ ലൈനിന് പാരലായിട്ട് നമുക്ക് ഇവിടെ വെച്ച് ലൈൻ വരയ്ക്കാം. ഇവിടെ വെച്ച് നമുക്ക് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇപ്പൊ അതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മെഷർ 6 തൊട്ട് ഈ 6 വരെയുള്ള ഡിസ്റ്റൻസ്, 6 to 6, 6 ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. സ്ട്രേറ്റ് മെഷർ ചെയ്തിട്ട് 6ൽ നിന്നും ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്യുക. നമുക്ക് പോയിന്റ് 6 ഇവിടെ കിട്ടും. അതേപോലെ 6ൽ നിന്നും ഇതെന്താണ്? ഇത് 4 ആണ്. ഓക്കെ, ദിസ് ഇസ് 4 1 ആണ്. അപ്പൊ 6ൽ നിന്നും 4 വരെയുള്ള ഡിസ്റ്റൻസ് ഇത് മെഷർ ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി ബാക്കിയുള്ളത് ഏതാണ്? 5 മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പം അത് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം. P തൊട്ട് 5 വരെയുള്ള ഡിസ്റ്റൻസ്, P തൊട്ട് 5 വരെയുള്ള P5 ഇത് മാർക്ക് ചെയ്യാം. P5 മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. മാർക്ക് ചെയ്ത് ഈ ലൈനിൽ വെച്ചാൽ മതി. P2 തൊട്ട് ലൈനിൽ വെക്കുമ്പോൾ ദിസ് വിൽ ബി 5 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിനൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ജോയിൻ ചെയ്താൽ മതി. 1 8 7 6 5 4 3 2. ഓക്കെ, സോ ഒരു ഇത്രയും ബോറായിട്ടില്ല, നന്നായിട്ട് നല്ലൊരു എലിപ്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ 1 or 2 പോയിന്റ്സ് മിസ്സായെന്ന് വരാം. അപ്പം മിസ്സായെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മൂത്ത് ആയിട്ട് കർവ് വരയ്ക്കണം. എലിപ്സ് വരയ്ക്കുമ്പോൾ എത്രയും റഫായിട്ട് വരയ്ക്കേണ്ട, സ്മൂത്ത് ആയിട്ട് വരച്ചാൽ മതി. ചിലപ്പോൾ 1-2 പോയിന്റ് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആയിട്ടുള്ള എലിപ്സ് പോലെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പോയിന്റിനൊക്കെ ലീവ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, സോ എപ്പോഴും സ്മൂത്ത് ആയിട്ട് വരയ്ക്കാൻ നോക്കുക. ഞാൻ വരച്ച പോലെ ഇത് പെന്ന് അത്ര സ്മൂത്ത് അല്ല. സോ നിങ്ങളത് പേപ്പറിൽ വരയ്ക്കുമ്പോൾ ഇത്തിരി സ്മൂത്ത് ആയിട്ട് വരച്ചാൽ മതി. 1-2 പോയിന്റ് ഒക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. ആ പോയിന്റിനൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കാരണം അത് ഡ്രോയിങ് നീറ്റ് ആയിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം. ഇപ്പോൾ 1-2 പോയിന്റ്സിന് നമ്മൾ ലീവ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ ഗ്രാഫ് ഒക്കെ വരച്ച് ശീലിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ വരച്ചാൽ മതി. സ്മൂത്ത് ആയിട്ടുള്ള ഒരു എലിപ്സ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടല്ലോ, ഈ എലിപ്സ് ഉണ്ടല്ലോ, ഇതേപോലെ സ്മൂത്ത് ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ എലിപ്സ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എലിപ്സ്, ഈ ലൈനിലുള്ള എലിപ്സ്, ഓയിലുള്ള എലിപ്സ്, ഇത് വരയ്ക്കണം. ABCD. ഓക്കെ, സെയിം പ്രൊസീജിയർ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ബോക്സ് മെത്തേഡൊന്നും കൊണ്ടുപോകേണ്ട, ടൈം ടേക്കിംഗ് ആണ്. സോ ജസ്റ്റ് ഇത് വരച്ചാൽ മതി. O എന്നുള്ള പോയിന്റ് സെന്റർ ആക്കി വെക്കുക. അഗെയിൻ സ്കെയിൽ എടുത്തിട്ട് പാരലൽ ലൈൻ വരയ്ക്കാം. ഈ ഇതുണ്ടല്ലോ, അതായത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് P2 O2 എന്ന ലൈനിന് പെർപെൻഡിക്കുലർ, ഓർ P37 എന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഇത് പാരലൽ അല്ലെങ്കിൽ
P2 O2 പെർപെൻഡിക്കുലർ. നമ്മൾ നേരത്തെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് ഇങ്ങനെ വരച്ചാൽ മതി ഈ ലൈൻ. അപ്പോൾ ആദ്യം നമുക്കത് വരയ്ക്കാം. ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. P2 O2 എന്നുള്ള പോയിന്റിന് പെർപെൻഡിക്കുലർ. സോ ദിസ് ലൈൻ വിൽ ഓൾവേസ് ബി പാരലൽ ടു ഈ ലൈൻ. ഓക്കെ, ഈ ലൈൻസിനെല്ലാം ഇത് പാരലലാണ്. നമ്മൾ ഇത്രയും വരയ്ക്കുന്നു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോയിന്റ്സ് മാർക്ക് ചെയ്യാണ്. O1 C1 ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. O1 C1 മെഷർ ചെയ്തിട്ട് നമ്മൾ ഇത് എവിടെ പ്ലേസ് ചെയ്യുന്നു? ഈ പ്ലേസ് C എന്നുള്ള പോയിന്റ് C2 ഇവിടെ പ്ലേസ് ചെയ്യുന്നു. അതേപോലെ O1 G1 സിയുടെ മുകളിലായിട്ട് G ആണ്. O1 G1 എന്ന് മെഷർ ചെയ്തിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. ഇവിടെ എവിടെയെങ്കിലും കിട്ടും O1 G1. സോ ബാക്കി നമുക്ക് ആവശ്യമില്ലാത്തങ്ങ് റബ്ബ് ചെയ്ത് കളയാം. എക്സ്റ്റെൻസീവ് ആയിട്ട് നിൽക്കുന്നതിനൊക്കെ നമുക്ക് അങ്ങ് റബ്ബ് ചെയ്ത് കളയാം. നെക്സ്റ്റ് വീണ്ടും നമ്മൾ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത് മാർക്ക് ചെയ്യേണ്ടത് ഇതാണ്. ഈ രണ്ട് പോയിന്റ്സും ആണ്. നമ്മുടെ പോയിന്റ് ബിയും ഇത് രണ്ടുമാണ് മാർക്ക് ചെയ്യേണ്ടത്. ബി വേണം. അതേപോലെ ഇവിടെ ഉള്ള പോയിന്റ് H എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. ഈ പോയിന്റ് ആണ് നമ്മുടെ H. ഇത് രണ്ടും മാർക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? നമുക്ക് ഓയിൽ നിന്നും ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കാം. സോ ഇതിന് നമുക്ക് പേര് കൊടുക്കാം. ഈ ഒരു പോയിന്റിന് നമുക്ക് എക്സ് എന്നും ഈ ഒരു പോയിന്റ് വൈ എന്നും പേര് കൊടുക്കാം. അപ്പോൾ നൗ ഓയിൽ നിന്നും മെഷർ അപ് ടു എക്സ്. ഓയിൽ നിന്നും എക്സ് മെഷർ ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്യുക. എക്സ് എന്നുള്ളത് മെഷർ ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് എക്സ് എന്നുള്ള പോയിന്റ് വഴി നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. എക്സ് എന്നുള്ള പോയിന്റ് വഴി നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇതിന് പാരലായിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എക്സിൽ നിന്നും മെഷർ H. എക്സിൽ നിന്നും ഈ H മെഷർ ചെയ്യുക. എക്സിൽ നിന്നും H മെഷർ ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ക്യാൻ മാർക്ക് ഇറ്റ് ആസ് H2. അതേപോലെ എക്സിൽ നിന്നും B മെഷർ ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്യുക. മാർക്ക് ഇറ്റ് ആസ് B2. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആവശ്യം ഇതാണ്. പോയിന്റ് എ മാത്രമാണ് ഡയറക്റ്റ് ആയിട്ട് ഓയിൽ നിന്നും A1 വരെ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം. A1 ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് ഇത് ഇവിടെ നിന്ന് O2ൽ നിന്നും ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ക്യാൻ മാർക്ക് ദ പോയിന്റ് A1. ഈ സൈഡ് മാർക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇനി നമുക്ക് എന്തുണ്ട്? താഴോട്ടും ഉണ്ട്, ബാക്കിലോട്ടും ഉണ്ട് ഇതേപോലെ. അപ്പൊ അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ലൈൻ കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം നമുക്ക്. ഈ ലൈൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം താഴോട്ട്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാണ്. ഓയിൽ നിന്നും വൈ വരെയുള്ള ഡിസ്റ്റൻസ്. ഇത് നമ്മൾ വൈ എന്നൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തു, നമുക്ക് അറിയാൻ വേണ്ടി. ഓയിൽ നിന്നും വൈ. സോ ഇതാണ് നമ്മുടെ O. ഇവിടെ നിന്ന് ഇങ്ങോട്ട്. സോ ഇതാണ് നമ്മുടെ O എന്നുള്ള പോയിന്റ്. ഓയിൽ നിന്നും വൈ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കും. വിൽ മാർക്ക് ദിസ് പോയിന്റ് ആസ് വൈ. ഓയിൽ നിന്നും വൈ ഈ ഡിസ്റ്റൻസ് OY മാർക്ക് ചെയ്ത് ഇവിടെ വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ again we are going to draw parallel lines. ഇതിന് ഈ C2 G2 പാരലൽ ആയിട്ട് വൈയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത് മെഷർ ചെയ്യാൻ പോകുന്ന വൈയിൽ നിന്നും F ആണിത്. വൈയിൽ നിന്നും എഫും ആൻഡ് വൈയിൽ നിന്നും ഇതെന്താണ്? D ആണ്. വൈയിൽ നിന്നും D ആൻഡ് വൈയിൽ നിന്നും F. അപ്പോൾ അത് ഇത്രയും മെഷർ ചെയ്യുന്നു. വൈയിൽ നിന്നും F മെഷർ ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്യുന്നു. F2 എന്ന് മാർക്ക് ചെയ്യാം. Y F1. അതേപോലെ Y D1. വൈയിൽ നിന്നും D വരെയുള്ള ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ഇത് ഇവിടെ മാർക്ക് ചെയ്യാം. നെയിം ഇറ്റ് ആസ് D2. ഓക്കെ, ലാസ്റ്റ് ഉള്ളത് ഈ പോയിന്റ് മാത്രമേ ഉള്ളൂ. E എന്നുള്ള ഈ ഒരു പോയിന്റ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ഓയിൽ നിന്നും മെഷർ ചെയ്യാം. O to E. ഓയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് E എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി അടുത്ത് നേരത്തെ ചെയ്ത പോലെ വിൽ ഡ്രോ സ്മൂത്ത് കർവ്സ്. Okay, now we'll draw smooth curve.
സ്മൂത്ത് കർവ് എന്ന് പറയുമ്പോൾ പതുക്കെ എല്ലാ ഇതും ജോയിൻ ചെയ്ത് വരച്ചാൽ മതി സ്മൂത്ത് ആയിട്ട്. ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ സ്മൂത്ത് കർവ് ആണ് വരയ്ക്കേണ്ട. ലൈൻ അല്ല, ഇത് കർവ് ആണ്, അത് ഓർത്തോണം. കർവ് അല്ല, ഇതൊരു ലൈൻ അല്ല, കർവ് ആണ്. എലിപ്സ് പോലെ നിങ്ങൾക്ക് ഫോം ആണ്. ആരും ഈ പോയിന്റ്സിനെ ലൈൻ പോലെ ജോയിൻ ചെയ്യരുത്. സ്മൂത്ത് കർവ് ആയിരിക്കണം. അതിന്റെ ഒറിജിനൽ ഡ്രോയിങ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളുടെ നോട്ട് വരുമ്പോൾ ഡ്രോയിങ് കാണുമല്ലോ, അപ്പോൾ അത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാനിത് വരയ്ക്കുന്നതുകൊണ്ട് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും വരച്ചു കഴിഞ്ഞു. ഇവിടെ ഇനി ബാക്കിയുള്ളത് ഇത്രയും ഉണ്ടല്ലോ, 3 തൊട്ട് ഇവിടെ 3 തൊട്ട് 7 വരെ എന്താണ്? ഹിഡൻ ലൈനാണ്. ഞാൻ അതിനെ ഹിഡൻ ആക്കി വരയ്ക്കാതെ വലുതാക്കി വരച്ചു കളഞ്ഞു. ഓക്കെ, 3 തൊട്ടുള്ളത് ഹിഡൻ ലൈനാണ്. ഇവിടെ എങ്ങനെയാണോ അതേപോലെ ഡോട്ടർ ലൈനാണ്. ഓക്കെ, പറഞ്ഞാൽ ഇത്രയും കാണാത്ത പോർഷൻസാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിനങ്ങ് ജോയിൻ ചെയ്യുന്നു. ആ ജനറേറ്റേഴ്സ് ജോയിൻ ചെയ്തു. ഏതാണ് ജനറേറ്റേഴ്സ് എന്ന് നോക്കിക്കോളാം നിങ്ങൾ. ഇതിൽ ഏതാണ് ജനറേറ്റർ എന്ന് നോക്കുക. ഇത് നോക്കുമ്പോൾ ജനറേറ്റർ 3ഉം ഇതിവിടെ നോക്കിയാൽ മതി, ഈ ഫിഗർ നോക്കിയാൽ മതി. 3ഉം സിയും അതേപോലെ 7ഉം ജിയും. അപ്പൊ അതാണ് ജനറേറ്റേഴ്സ്. സോ അത് രണ്ടും അങ്ങ് ജോയിൻ ചെയ്ത് വിടണം. ജനറേറ്റേഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതിന് പാരലായിട്ട് വെക്കുക. ഈ P2O2 എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ, അതിന് പാരലായിട്ട് വെക്കണം. പാരലായിട്ട് വെച്ചിട്ട് ഈ രണ്ട് എൻഡിൽ നിന്നും ജനറേറ്റേഴ്സ് ജോയിൻ ചെയ്യണം. നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ വരച്ചത് കറക്റ്റ് അല്ല, മെഷർ ഇതിലുള്ള മിസ്റ്റേക്കാണ്, മെഷർമെന്റ്സിൽ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളിപ്പോൾ ഫ്രീ ഹാൻഡിൽ വരയ്ക്കുന്നതുകൊണ്ട് മിസ്റ്റേക്ക് കാണും. നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇവിടെ ഭയങ്കര ഡീവിയേഷൻ ഒക്കെയാണ് വരുന്നത്. ഒന്നുമില്ല, നിങ്ങൾ ഈ പാരലായിട്ട് വെച്ച് വരച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് ശരിക്കും ഈ എലിപ്സിൽ നിൽക്കണം. അതേപോലെ ആയിരിക്കും ജോയിൻ ചെയ്യണം. രണ്ട് എൻഡും ഇത് ഒരേപോലെ വന്ന് ജോയിൻ ചെയ്യുന്ന പോലെ ഇരിക്കണം. ഇങ്ങനെയാണ് ശരിക്കും വരേണ്ടത്. നിങ്ങളൊന്ന് വരച്ച് നോക്കിയാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്ത് വരച്ചാൽ മതി. ഇപ്പം ഞാൻ വരച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ശരിക്കുള്ള ഡ്രോയിങ് ഇങ്ങനെയല്ല. ഞാൻ ഇപ്പോൾ ശരിക്കുള്ള ഡ്രോയിങ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളൊന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇനി എന്തുണ്ട്? ഇതിൻ്റെ പ്രൊജക്ഷൻ കൂടെ ബാക്കിയുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ടോപ്പ് വ്യൂ കൂടെ നമുക്കൊന്ന് വരയ്ക്കാൻ, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കൂടെ നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട് വരയ്ക്കാൻ എന്ത് ചെയ്യണം? ഇനി ഈസിയാണ് കാര്യങ്ങളൊക്കെ. ജസ്റ്റ് പ്രൊജക്ട് ചെയ്താൽ മതി. നമുക്ക് എപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ഈ ഒരു പോർഷനാണ്. നമുക്ക് എപ്പോഴും തെറ്റാൻ ചാൻസ് ഉള്ളത് ഇവിടെയാണ്. ഇത് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്മൂത്ത് ആണ്. ഇനി ആസ് യൂഷ്വൽ പ്രൊജക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് എല്ലാ പോയിന്റ്സിൽ നിന്നും നമ്മളിപ്പോൾ ലൈൻ വരയ്ക്കും. സോ ഫസ്റ്റ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് പോയിന്റ് 1. പോയിന്റ് 1ൽ നിന്ന് ഞാനിപ്പോൾ തുടങ്ങുകയാണ് പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കാനായിട്ട്. സോ ഇവിടെ നിന്നും തുടങ്ങുന്നു. പോയിന്റ് 1 ഇവിടെയാണ് നമുക്ക് എലിപ്സിന്റെ ഈ ഒരു എൻഡ് ഉള്ള ഇതാണ്, പോയിന്റ് ആണിത്. ഓക്കെ, അപ്പോൾ പോയിന്റ് 1ൽ നിന്നും തുടങ്ങുകയാണ് പ്രൊജക്ഷൻ ലൈൻ. ദെൻ അടുത്ത് 1, 2, നെക്സ്റ്റ് 3. എനിക്കിങ്ങനെയാണ് വരുന്നത്. 3ൽ നിന്നുള്ള ലൈന്. നെക്സ്റ്റ് 4ൽ നിന്നുള്ള ലൈൻ. ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊന്ന്. 3ഉം 4ഉം എവിടെയാണെന്ന് നോക്കണം. 5, 6, 6ഉം 7ഉം ഇവിടെ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, അതൊന്ന് സൂക്ഷിച്ചോണം. 7, അതേപോലെ 8, ലൈക്ക് വൈസ് ഇതേപോലെ നമുക്ക് ആ ലൈൻസ് ഒന്ന് വരയ്ക്കാം. ഓക്കെ, സോ 5ൽ നിന്നുള്ളത്, നെക്സ്റ്റ് 8ൽ നിന്നുള്ളത്. സോ ശരിക്കുള്ള ഡ്രോയിങ് വരുമ്പം നിങ്ങളത് നോക്കിക്കോണം ആ ലൈൻസ്. ഇപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ പോയിന്റ് ഇപ്പോൾ മാർക്ക് ചെയ്യാം നമുക്ക്. അഗെയിൻ അല്ലെങ്കിൽ ഇവിടെ ഇതും കൂടെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ABCDയും കൂടെ ഒന്ന് തീർത്തിട്ട് വരയ്ക്കാൻ തുടങ്ങാം. എയിൽ നിന്നുള്ള ലൈൻ, നെക്സ്റ്റ് A കഴിഞ്ഞിട്ട് B,
എ കഴിഞ്ഞിട്ട് ബി, ബി കഴിഞ്ഞിട്ട് സി, സി കഴിഞ്ഞിട്ട് നമുക്ക് ഡി ആണ്, ഡി കഴിഞ്ഞിട്ട് ഇ, ഇ കഴിഞ്ഞിട്ട് നമുക്ക് എഫ് ആണ്, എഫ് ആൻഡ് ഫൈനലി ജി. ഓക്കെ, സോ നമുക്ക് കൺഫ്യൂസ് ആവണ്ട, നോക്കാം പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പൊ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഓരോന്ന് ഫസ്റ്റ് 1ൽ നിന്ന് തുടങ്ങാം. 1ൽ നിന്ന് ഞാൻ വരയ്ക്കാൻ പോവാണ്, ഓരോന്നായിട്ട് വരയ്ക്കാം. അപ്പോൾ 1ൽ നിന്ന് വരയ്ക്കുന്ന ലൈന് പ്രൊജക്ഷൻ ലൈൻ ഇവിടെ 1ൽ നിന്ന് പോകുന്ന ലൈനിൽ വന്ന് മീറ്റ് ചെയ്യണം. ആ 1ൽ നിന്ന് പോകുന്ന ലൈൻ ഏതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതാണ് 1ൽ നിന്ന് പോകുന്ന ലൈൻ. ഓക്കെ, ഇതാണ് നമ്മുടെ 1ൽ നിന്ന് പോകുന്ന ലൈൻ. സോ അവിടെ വന്ന് മീറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ്, പോയിന്റ് നമ്മൾ കൊടുക്കുന്ന പേരാണ് 1, 2 ഡാഷ്. ഇതാ 1, 2 അല്ലേ ഇത്, 1, 2 ഡാഷ്, ഈ പോയിന്റ് ആണ്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് 2ൽ നിന്നുള്ള ലൈൻ വരയ്ക്കാം. അപ്പോൾ 2ൽ നിന്ന് ലൈൻ വരയ്ക്കുമ്പം അതെന്ത് ചെയ്യണം, 2ൽ നിന്ന് പോകുന്ന ലൈനിൽ വന്ന് മീറ്റ് ചെയ്യണം. ഇവിടെ 2ൽ നിന്ന് പോകുന്ന ലൈൻ എന്ന് വെച്ചാൽ ഇതാണ് 2ൽ നിന്ന് പോകുന്ന ലൈൻ, ഇതാണ് നമുക്ക് 2ൽ നിന്ന് പോകുന്ന ലൈൻ. സൂക്ഷിച്ചോളുക, 2ൽ നിന്ന് പോകുന്ന ലൈൻ ഇതാണ്. അപ്പോൾ അവിടെ മീറ്റ് ചെയ്യുമ്പോൾ 2 ഡാഷ് എന്ന് വരും. അടുത്ത് 3ൽ നിന്നുള്ള ലൈൻ വരയ്ക്കണം. 3ൽ നിന്നുള്ള ലൈൻ, സോ അതിവിടെ വന്ന് മീറ്റ് ചെയ്യേണ്ടത് 3ൽ നിന്ന് പോകുന്ന ലൈനിലായിരിക്കണം. നമ്മുടെ ഈ ഡയഗ്രാം അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ മാറും, അത് സൂക്ഷിച്ചോളുക. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഉണ്ടാവാം. ഷേപ്പൊക്കെ സെയിം ആയിട്ട് കിട്ടാൻ പോകുന്നുള്ളൂ. അടുത്ത് 3 ആണേ. ഇവിടെ നിന്ന് 3ൽ നിന്ന് പോകുന്ന ലൈൻ ഇതാണ്. അപ്പോൾ അവിടെ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ 3, 2 ഡാഷ്. നെക്സ്റ്റ് നമുക്ക് 4 ആണ്. ഇത് എവിടെയാണ് 4 ഉള്ളത്, 4ൽ നിന്ന് പോകുന്ന ലൈൻ. സിമിലർലി സോ 4ൽ നിന്ന് പോകുന്ന ലൈൻ നമുക്ക് ഇവിടെ വന്ന് മീറ്റ് ചെയ്യുമ്പം, സോ എവിടെയാണെന്ന് നോക്കണം, 4ൽ നിന്ന് പോകുന്ന ലൈൻ ഇതാണ്. അപ്പോൾ അവിടെ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി 4, 2 ഡാഷ്. അടുത്ത് നമുക്ക് 5 ആണ്. സോ 5ൽ നിന്ന് പോകുന്ന ലൈൻ, ഇവിടെ 5ൽ നിന്ന് പോകുന്നതും ഇവിടെ 5ൽ നിന്ന് പോകുന്നതും ഇവിടെ 5ൽ നിന്ന് പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും, രണ്ടും XY ലൈനിൽ തന്നെ ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി 5, 2 ഡാഷ്. ഓർത്ത് വെച്ചേക്കുക, ഈ ലൈൻ വിൽ ബി 5, 2 ഡാഷ്, 5ൽ നിന്ന് പോകുന്നത്. അഗെയിൻ നമുക്ക് ബാക്കിയുള്ളത് 4ന്റെ പുറകിലായിട്ടാണ് നമുക്ക് 6 ഉള്ളത്. 4ന്റെ പുറകിലായിട്ട് 6. അപ്പോൾ 4ൽ നിന്ന് പോകുന്ന അതേ ലൈനായിരിക്കും 6ൽ നിന്നും പോകുന്നത്. അപ്പോൾ ഈ ലൈനെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം, 6 വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. 6 എവിടെയാണ് കിടക്കുന്നത് നോക്കുക, നമ്മുടെ 6 ഇതാ ഇവിടെയാണ്. 6 ഇതാണ് 6. അപ്പോൾ ഈ ലൈനിനെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ വിൽ ഗെറ്റ് അപ് ടു 6. ഇതാണ് നമ്മുടെ പോയിന്റ്. 6 എന്ന് കിട്ടുന്ന പോയിന്റ് ഇവിടെയാണ് നമുക്ക് 6 കിട്ടുന്നത്. സോ ദിസ് വിൽ ബി 6, 2 ഡാഷ്. അടുത്ത് 7 എവിടെയാണുള്ളത്, 3യുടെ പുറകിലാണ് 7 ഉള്ളത്. അപ്പോൾ 3ൽ നിന്ന് പോകുന്ന ഈ ലൈനെ നമുക്ക് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. 3ൽ നിന്ന് പോകുന്ന ഈ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം അത് 7ൽ നിന്ന് പോകുന്ന ലൈനിൽ വന്ന് മീറ്റ് ചെയ്യും. ഇവിടെയാണ് 7ൽ നിന്ന് പോകുന്ന ലൈന്. അപ്പോൾ ആ ലൈനിനെ നമുക്ക് വിൽ നെയിം ഇറ്റ് ആസ് 7, 2 ഡാഷ്. ആൻഡ് ഫൈനലി 8ൽ നിന്ന് പോകുന്ന ലൈൻ, രണ്ടും സെയിം ആണ്. 2ന്റെ പുറകിലാണ് 8 ഉള്ളത്. 2ന്റെ പുറകിൽ 8 ഉണ്ട്. അപ്പോൾ 2ൽ നിന്ന് പോകുന്ന ഇതേ ലൈൻ എവിടെ മീറ്റ് ചെയ്യുന്നത്, 8ൽ നിന്ന് പോകുന്ന ലൈനിൽ പോയി മീറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് കിട്ടും നമ്മുടെ പോയിന്റ് 8, 2 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ജോയിൻ ചെയ്യുന്നതാണ് ആദ്യത്തെ ജോലി. അപ്പോൾ അത് ചെയ്യാം. ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഏതൊക്കെയായിരിക്കും ഹിഡൻ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഇതാണ് 1, 2, 3, 4, 5 ഇത്രയും കാണാം. 1 തൊട്ട് 5 വരെ ഫ്രണ്ട് ഇത് നോക്കിയാൽ മതി. ഫ്രണ്ട് വ്യൂവിന് നമ്മൾ വരയ്ക്കാൻ വേണ്ടി 1 തൊട്ട് 5 വരെ നമുക്ക് കാണാൻ പറ്റും. 1 തൊട്ട് 5 വരെ കാണാൻ പറ്റും. അതിന്റെ ബാക്കിലുള്ള ഏതൊക്കെയാണ് 6, 7, 8 അത് കാണാൻ പറ്റില്ല.
1 തൊട്ട് 5 വരെ നമുക്ക് കാണാൻ പറ്റും. 5ന്റെ ബാക്കിലുള്ളത് 6, 7, 8 നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഡാർക്കൻ ചെയ്യാം. 1 ഡാർക്കൻ ചെയ്യാം. 1, 2, 3, 4 then 5 ഇത്രയും കാണാൻ പറ്റും. ബാക്കിയുള്ളത് 6, 7, 8 നമുക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ ആയിരിക്കും ആ സർക്കിൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ സർക്കിൾ വരച്ചാൽ മതി. സിമിലർലി എന്ത് ചെയ്യാൻ പറ്റും? സിമിലർലി മുകളിലുള്ള എല്ലാ ഫിഗേഴ്സും ഇതെല്ലാം ഇതേപോലെ നമ്മളൊന്ന് പ്രൊജക്ട് ചെയ്ത് വരയ്ക്കണം. എയിൽ നിന്ന് വരയ്ക്കാം. എയിൽ നിന്ന് വരയ്ക്കാം. എയിൽ നിന്ന് പോകുന്നത് ഇവിടുത്തെ എയിൽ പോയി മീറ്റ് ചെയ്യണം. അത് ഏത് ലൈനാണെന്ന് നോക്കണം. ഇവിടെ ഒന്ന് മീറ്റ് ചെയ്യുന്നു, എയിൽ ഒന്ന് മീറ്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ആക്ച്വലി നമ്മുടെ എ. അതിൻ്റെ മുകളിലുള്ളതൊക്കെ നമുക്കൊന്ന് റബ്ബ് ചെയ്യാം, ഡിസ്റ്റർബൻസ് ആയിട്ട് നിൽക്കുന്നതിനൊക്കെ. അപ്പോൾ ഇവിടെ ഒന്ന് മീറ്റ് ചെയ്യുന്നതാണ് എ. ഇങ്ങനെ A2 ഡാഷ് എന്ന് പേര് കൊടുക്കും. നെക്സ്റ്റ് ബിയിൽ നിന്ന് വരയ്ക്കാം. ബിയിൽ നിന്ന് പോകുന്ന ലൈൻ അഗെയിൻ ദാറ്റ് ഷുഡ് മീറ്റ് അറ്റ് ബി. ഇവിടെ നിന്നുള്ള ബി ഉള്ള ലൈൻ ഏതാണെന്ന് നോക്കുക. ഇതാണ് ബിയിൽ നിന്ന് പോകുന്ന ലൈൻ. ഇതാണ് നമ്മുടെ ബിയിൽ നിന്ന് പോകുന്ന ലൈൻ. സോ അവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ ഈ പോയിന്റ് ആണ് B2 ഡാഷ്. അടുത്ത് സി ആണ്. അടുത്ത് സിയിൽ നിന്ന് പോകുന്ന ലൈൻ നോക്കണം. സിയിൽ നിന്ന് പോകുന്ന ലൈൻ അഗെയിൻ ഇവിടെ നിന്ന് സിയിൽ നിന്ന് പോകുന്ന ലൈൻ ഏതാണെന്ന് നോക്കണം. ഐ തിങ്ക് ഇതാണ് സിയിൽ നിന്ന് പോകുന്ന ലൈൻ. ഈ ലൈനാണ് സിയിൽ നിന്ന് പോകുന്നത്, ഈ ലൈൻ. അപ്പോൾ അതിന് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. നെക്സ്റ്റ് ഡിയിൽ നിന്ന് പോകുന്ന ലൈൻ. ഡിയിൽ നിന്ന് പോകുന്ന ലൈൻ അത് എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് മീറ്റ് ചെയ്യണം, ഡിയിൽ മീറ്റ് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ പോയിന്റ് ഡി. ഇതാണ് ഡി. ഡിയിൽ നിന്ന് പോകുന്നത് ഇതാണ്, രണ്ടാമത്തെ ലൈനാണ്. സോ ദിസ് ഇസ് അവർ പോയിന്റ് ഡി. അത് നോക്കി വരയ്ക്കണം. സോ D2 ഡാഷ്. നെക്സ്റ്റ് ലാസ്റ്റ് ഇയിൽ നിന്ന് പോകുന്നത്, ഇയിൽ നിന്ന് പോകുന്ന ലൈൻ ഫ്രം ഇ അതെവിടെ മീറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താ ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. ഇവിടെ നിന്ന് E2ൽ നിന്ന് പോകുന്ന ലൈൻ. സോ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്നത് E2 ഡാഷ്. നെക്സ്റ്റ് അവസാനമായിട്ടുള്ളത് ഇതിന്റെ പുറകിലുള്ളതാണ് FGH. അപ്പം ഡിയിൽ നിന്ന് പോകുന്ന അതേ ലൈൻ തന്നെ ആയിരിക്കും എഫിൽ നിന്നും പോകുന്നത്. നോക്കിക്കൊള്ളാം. അപ്പോൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എഫ് വരെ എത്തിക്കണം. ഇതാണ് നമ്മുടെ എഫ് വരെയുള്ള ലൈൻ. അപ്പോൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ എഫ് വരെ എത്തിച്ചു. സോ ദിസ് ഈസ് ആക്ച്വലി നമ്മുടെ പോയിന്റ് F2 ഡാഷ്. അടുത്ത് ജി എവിടെയാണുള്ളത്? സിയുടെ പുറകിലാണ് ജി. അപ്പോൾ സിയിൽ നിന്ന് പോകുന്ന ഇതേ ലൈൻ ആയിരിക്കും ജി എന്ന് പോകുന്ന ലൈൻ. സോ ജി എവിടെയാണ്? ലാസ്റ്റ് ആണ് നമ്മുടെ ജി ലൈൻ. അപ്പോൾ അത് ലാസ്റ്റിൽ കൊണ്ട് അങ്ങ് മീറ്റ് ചെയ്യിച്ചാൽ മതി. ലാസ്റ്റിൽ G2 ഡാഷ്. ഓക്കെ, നെക്സ്റ്റ് H. ലാസ്റ്റ് H ഉണ്ട് നമുക്ക് ബാക്കി. ബിയുടെ പുറകിലാണ് H, ബിയുടെ ബാക്കിലാണ് H. അപ്പോൾ ബിയിൽ നിന്ന് പോകുന്ന അതേ ലൈൻ ആയിരിക്കും Hൽ നിന്ന് പോകുന്ന ലൈൻ. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് H വരെ എത്തിക്കാം. ഇവിടെയാണ് H ഉള്ളത്. ഇതിലാണ് നമ്മുടെ H. ഇവിടെ തന്നെയാണ് ഉള്ളത്. Hഉം ഇയും നോക്കിയാൽ ഏതാണ്ട് ഒരേ ലൈനിൽ കൂടെയാണ് പാസ് ആവുന്നത്. സോ നമുക്ക് ഇവിടെ തന്നെയാണുള്ളത് H ഉള്ളതെന്ന് നമുക്ക് പറയാം. H2 ഡാഷ്. ഓക്കെ, നമുക്ക് എല്ലാം ആയി ഏതാണ്ട്. ഇനി ജോയിൻ ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ നിന്ന് വിസിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ടിൽറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ടുള്ള ഈ സർഫസ് ABCD ടോപ്പിന്റെ ഫുള്ള് നമുക്ക് എന്തും കാണാൻ പറ്റും, ഫ്രണ്ടിലും കാണാൻ പറ്റും. ഫ്രണ്ട് വ്യൂ ഓഫ് ദി ഒബ്സർവർ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഈ സർഫസ് ഫുള്ള് കാണാൻ പറ്റും. ഇവിടെ ഇത്രയും മാത്രമേ കാണാൻ പറ്റും. ഇവിടെ എന്താണ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ. പക്ഷെ ഇതിപ്പോൾ നമുക്ക് ഫുള്ളും കാണാൻ പറ്റും ഒബ്സർവറിന്. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഫുൾ ആയിട്ട് അങ്ങ് ഡാർക്ക് ചെയ്യാം. AB കറക്റ്റ് ആയിട്ട് ഓർഡർ അല്ലേ? ABCDEFGH ബാക്ക് ടു A. ഓക്കെ, ഒരു പ്രോപ്പർ എലിപ്സ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ സ്മൂത്ത് എലിപ്സ് ആയിട്ട് തന്നെ വരയ്ക്കണം. ഇനി നമുക്ക് ജനറേറ്റേഴ്സ് ഏതാണ്? ഇവിടെ ഉള്ള ജനറേറ്റേഴ്സ് ആണ് നമ്മൾ ജോയിൻ ചെയ്തത്. ഇവിടെ നമ്മൾ ജനറേറ്റർ ആയിട്ട് ജോയിൻ ചെയ്തത് 3ഉം Cയും അതേപോലെ 7ഉം Gയും ആയിരുന്നു ജോയിൻ ചെയ്തത്. ഇവിടെ ജനറേറ്റേഴ്സ് ഏതാണ്? 1ഉം Aയും. നോക്കിക്കോണം, ഫ്രണ്ട് വ്യൂവിൽ ജനറേറ്റേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്
1ഉം എയും ആണ്. സോ ജോയിൻ 1 ആൻഡ് എ. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് 1ഉം എയും ആണ് ജോയിൻ ചെയ്യേണ്ട. മറക്കരുത്, അത് മാറിപ്പോരുത്. ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ ജോയിൻ ചെയ്യേണ്ട 1ഉം എയും ആണ്. ഓക്കെ, ജോയിൻ 1 ആൻഡ് എ. 1ഉം എയും ജോയിൻ ചെയ്യുക. ഓക്കെ, 1ഉം എയും ജോയിൻ ചെയ്യുക. ദെൻ അടുത്ത് ജോയിൻ ചെയ്യേണ്ടത്, അടുത്തിവിടെ ജനറേറ്റർ ആയിട്ട് കാണുന്ന ഏതാണ്? 5ഉം ഇയും ആണ്. ഫ്രണ്ടിൽ നമുക്ക് ജനറേറ്റർ ആയിട്ട് കാണുന്നത് 5ഉം ഇയും ആണ്. ഫ്രണ്ട് വ്യൂവിൽ ജനറേറ്റേഴ്സ്. ഇതാണ് ജനറേറ്റേഴ്സ് അറ്റ് ഫ്രണ്ട് വ്യൂ. അപ്പൊ നമ്മൾ അടുത്ത് ജോയിൻ ചെയ്യേണ്ടത് ഇത് രണ്ടുമാണ്, 5ഉം ഇയും. അപ്പൊ അതിന് ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഇത് രണ്ടും പാരലൽ ലൈൻസ് ആയിരിക്കണം. 1ഉം എയും എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കണം. 5ഉം ഇയും പാരലൽ ആയിട്ട് തന്നെ ഇരിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ ഞാൻ വരച്ചപ്പോൾ എനിക്ക് ആ പാരലലിസം വരുന്നില്ല. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിക്കോളും. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഫൈനൽ ആൻസർ. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റനിൽ. പാടായിട്ട് തോന്നുന്നു. നമുക്ക് ക്ലാസ് തന്നെ 2 അവർ ക്ലാസ് ആയത് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഹാഫ് ആൻ അവറിൽ നിങ്ങൾക്ക് വരച്ച് തീർക്കാൻ പറ്റും, പ്രാക്ടീസ് ചെയ്ത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റൻ ഓർത്ത് വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. നമുക്കിപ്പോൾ ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ. അടുത്തവർ നമുക്കൊരു 10 മിനിറ്റ്സ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ അറ്റൻഡൻസ് ഒന്ന് നോക്കിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ചെയ്ത്